അതിങ്ങ് തരൂ. ഇതെന്തിൽ കുത്തും ഞാൻ? ഒരു ഇത് തന്നതാ. ആരെന്നറിയോ? ദിവ്യ അഡ്മിൻസ് തന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. എന്താ ബിന്ദുമ്മ കൊണ്ടുക്കോളൂ. ഇതാണ് ഫ്രൂട്ട്സിൻ്റെ തട്ട്. ഇതിനിപ്പോൾ ഇവിടെ എല്ലാവർക്കും ഞാൻ കൊടുക്കും. കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിക്കും കൂടെ. ഇതാ ബിന്ദുമ്മേ. ഹാരമണിഞ്ഞിരിക്കുന്നത് രമ്യ മാതാജി, ഗുജറാത്ത്. രമ്യ മാതാജി ലൈവിലുണ്ടോ? ഇസ്കോണിൻ്റെ ഫുൾ ഫോമോ അതറിഞ്ഞൂടെ ബിന്ദു മാതാജി? ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ്, അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി. കൊള്ളാലോ. ഇസ്കോണിൻ്റെ ഫൗണ്ടറായിരിക്കുന്ന ശ്രീല പ്രഭുപാജിയുടെ ഗീത പഠിച്ചിട്ട് ഇസ്കോണിൻ്റെ ഫുൾ ഫോം അറിയില്ല എന്നാണ്. എന്താ കഥ? മെസ്സേജ് നോക്കണേന്ന് പറഞ്ഞ് ഇനി ആരും എനിക്ക് മെസ്സേജ് ചെയ്യരുത് ലൈവിൽ. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഇന്നലെ രാത്രി ഞാൻ കിടന്നത് 1:45 2 മണിയായി. ടാബ്ലറ്റും കഴിച്ചിട്ട് ഇരുന്ന് മെസ്സേജ് നോക്കലായിരുന്നു ജോലി. ഉറക്കമില്ല, ഞാൻ ഭയങ്കര പ്രശ്നമാണ്, മനസ്സിലായോ? അപ്പം നിങ്ങളുടെ മെസ്സേജ് ഓരോരുത്തരുടേതായിട്ട് ഞാൻ നോക്കി വരും. എൻ്റെത് നോക്കൂ എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ നോക്കാൻ കഴിയില്ല. മഞ്ജരീസിൽ ആരുടെയും നമ്പർ മഞ്ജരീസിൽ സേവ് അല്ല. നിങ്ങളുടെ ആരുടെ നമ്പറും എനിക്ക് ബൈ ഹാർട്ടും അല്ല. ക്ലിയർ? ഇങ്ങനെ അയച്ചു കിടക്കുന്നുണ്ട്. അപ്പം അടിയിന്ന് ഇങ്ങനെ നോക്കി വരികയാണ്. വലിയ ഓഡിയോസ് അയച്ചാൽ ഒരു ഓഡിയോ കേൾക്കാൻ തന്നെ 10 മിനിറ്റ് 15 മിനിറ്റ് പോകും. അപ്പം എങ്ങനെ ഞാൻ 1000 1500 മെസ്സേജ് നോക്കി തീർക്കും? അപ്പം എന്ത് ചെയ്യുന്നു ഓർത്ത് കഴിഞ്ഞാൽ മെസ്സേജ് അയച്ചു വെച്ചോളൂ. ഇന്നലെ കുറച്ച് പേർക്കെങ്കിലും അറിയാം ഞാൻ രാത്രി ഗുഡ് നൈറ്റ് ഇട്ടത് എത്ര മണിക്കാണെന്നുള്ളത്. ഏകദേശം ഒരു 1:45 കഴിഞ്ഞ് 2 മണിയാവാറായി. തിരിച്ച് ഞാൻ എന്താ പറയുക എഴുന്നേൽക്കേണ്ടത് 3:30 മണിക്കാണ്. അല്ല, മെസ്സേജ് അയക്കണം. എന്താണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡേഴ്സ്, മറ്റു കാര്യങ്ങൾ, സ്ക്രീൻഷോട്ട്സുകൾ എല്ലാം അയച്ചിട്ടോളൂ. എൻ്റെത് നോക്കണേ എന്ന് പറയണ്ട. എല്ലാവരുടേതും നോക്കും. അത് മഞ്ജരീസിൻ്റെ ഒരു ജോലിയാണ് മെസ്സേജ് നോക്കുക എന്നുള്ളത്. അങ്ങനെ വെറുതെ അയച്ചിട്ട് നോക്കാതിരിക്കില്ലല്ലോ. തീർച്ചയായിട്ടും നോക്കും. നമ്മൾ അത് മാത്രം നോക്കിയിരുന്നാൽ ബാക്കി കാര്യങ്ങളും നടക്കണ്ടേ? വെറുതെ എനിക്കിങ്ങനെ അവിടെയും ഇവിടെയും എന്താ പറയുക മെസ്സേജ് നോക്കി ഓപ്പൺ ചെയ്ത് പോകാൻ കഴിയില്ല. നിങ്ങൾ ഇട്ടിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കി അത് എന്താ പറയുക, ഇപ്പം തങ്കമണി മാതാജി ഗൂഗിൾ പേ നമ്പർ ചോദിക്കുന്നു, അപ്പോൾ അത് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടിലെ ട്രാൻസാക്ഷൻ ID ഒരു 16 അക്ഷര നമ്പറുണ്ട്, അത് എഴുതിയെടുക്കണം. അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് മെസ്സേജിൻ്റെ അകത്ത്. വെറുതെ നമുക്ക് നോക്കി പോകാൻ കഴിയില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെസ്സേജ് നോക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ദയവായി മെസ്സേജ് നോക്കൂ എന്ന് പറഞ്ഞ് ആരും മെസ്സേജ് ഇടണ്ട. ഞാൻ നോക്കിക്കോളും, അതെൻ്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ? ഞാൻ നല്ല സ്നേഹത്തോടെ പറയാണ്, ഒരു ദേഷ്യത്തോടെയല്ല പറയുന്നത്. ഞാൻ അങ്ങനെ ദേഷ്യപ്പെടില്ല. മെസ്സേജ് നോക്കിക്കോളാം. എനിക്ക് കുറച്ച് സമയം നിങ്ങൾ തരണം, മനസ്സിലായില്ലേ? ഇന്നിപ്പം നമ്മൾ 12:30 ക്ലാസ് കഴിഞ്ഞാൽ ഭഗവാന് നിവേദ്യം വെച്ചിട്ട് കഴിഞ്ഞ 2 വീക്സായി ഞാൻ ജോലിക്ക് പോയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും എനിക്ക് ജോലിക്ക് പോകണ്ടേ? ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ കാര്യം പട്ടിണിയാവൂലേ? അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് 1008 കോൾസ് വരും. ആ കോൾസും അറ്റൻഡ് ചെയ്ത് ഞാനൊരു മണിക്കൂറെങ്കിലും വർക്കിന് പോയി തിരിച്ചു വന്ന് പിന്നെ അന്നദാനത്തിൻ്റെ സ്ഥലത്ത് പോയി അത് ക്ലിയർ ചെയ്ത് അന്നദാനം കൊണ്ടുപോയി തിരിച്ചു വന്ന് കുറച്ച് സാധനങ്ങളെങ്കിലും പാക്ക് ചെയ്ത് ഇന്നും നാളെയായിട്ട് അയക്കണം. വേണ്ടേ? ഇതൊന്നും വാഗൊണ്ട് പറയുന്ന പോലെയല്ല. പാക്ക് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ കയ്യിൽ ഒന്നേ കിട്ടുന്നുള്ളൂ. ഇങ്ങനത്തെ 300ഉം 400ഉം സാധനങ്ങളാണ് ഇവിടുന്ന് പാക്ക് ചെയ്ത് വിടുന്നത്, ബുക്സുകൾ. അതൊക്കെ കുത്തിയിരുന്ന് പാക്ക് ചെയ്ത് വരുമ്പോൾ നമ്മുടെ നട്ടലെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇടയ്ക്കൊന്ന് റെസ്റ്റും വേണം. അതുകൊണ്ട് ക്ഷമയോടെ ഇരിക്കുക. നിങ്ങളുടെ എല്ലാവരുടെ മെസ്സേജും ഞാൻ നോക്കും, കേൾക്കും, അതിന് റിപ്ലൈ തരും. ആരും വിഷമിക്കേണ്ട. ഓക്കെ? ക്ലിയർ? ഞാൻ ദേഷ്യപ്പെട്ടെന്നോ? ജ്യോതി മാതാജി, കിച്ചൂട്ടാ ചോദിക്ക്. ജ്യോതി മാതാജിയോട് ബാക്കി കിച്ചൂട്ടൻ ചോദിച്ചു. ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല, കൊടുത്തിട്ടുണ്ട് കേട്ടാ. ആയിക്കോട്ടെ രജനി മാതാജി, കുഴപ്പമില്ല, ഞാൻ നോക്കിയിട്ട് തരാം. എനിക്ക് രജനി മാതാജിയുടെ നമ്പർ അറിഞ്ഞൂടാ. ഇതിൽ പേര് കാണുന്നതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. എനിക്ക് നമ്പർ അറിയില്ലല്ലോ.
സി ഐ ഷോ യു. അത് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് നമ്മുടെ പേരറിയാം. 999 മെസ്സേജ് ഇനി ഇതിൽ കിടപ്പുണ്ട് നോക്കാൻ. ഇന്നലെ ഞാൻ ലാസ്റ്റ് നോക്കി വെച്ചതാണ്. ഇങ്ങനെ നോക്കി വെച്ച് ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ ഇതിലെന്തോ അവർ എൻ്റെ പേര് നീമ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് കേട്ടോട്ടെ. ഒറ്റ മിനിറ്റ് അല്ലേ, പിന്നെ ഇനിയിപ്പോൾ അത് ഇതായിപ്പോ. യൂട്യൂബിൽ കാണാറുണ്ട്, ഫേസ്ബുക്കിലും രണ്ടിലും കാണാറുണ്ട്. ചിലപ്പോൾ ഫേസ്ബുക്കിൽ ലൈവ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. അപ്പം ഞാൻ അത് ഒറ്റ മിനിറ്റ് കേട്ടോ. ഈ മെസ്സേജ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇത് കിട്ടത്തില്ല. പിന്നെ ഇത് ഞാൻ പിന്നെ ക്യാഷ് നാളെ ഇടാം, സ്ക്രീൻഷോട്ട് ഇടാം. ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണാറുണ്ട് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ അറിയണം മെസ്സേജ് നോക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പം അവരുടെ വാട്സപ്പ് നമ്പറും തന്നിട്ടുണ്ട്. ഇത് ഇനി ഞാൻ നേരെ അഡ്മിൻസിന് കൊടുക്കണം, FB ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വിളിക്കണ്ട, മെസ്സേജ് അയച്ചിട്ടുള്ളൂ. എനിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് പോകാനുണ്ട്, ജോലിക്ക് പോകാനുണ്ട്, മെസ്സേജ് അയച്ചിട്ടു വാട്സപ്പിൽ. എന്നിട്ട് ഇവർ ഒരു എന്താ പറയുക 300 രൂപ അയച്ചിട്ടുണ്ട് കുട്ടികൾക്ക് പുസ്തകം വാങ്ങാൻ. എനിക്ക് ഒരു കരിപ്പൊടി ഉണ്ട്, അതായത് ഞാനൊരു വെണ്ണ പ്രസാദം അവിടെ വയ്ക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ലൈവ് വീഡിയോസ് ഞാൻ കാണാറുണ്ട് മാതാജിയിൽ. അപ്പം എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, അതൊന്ന് സമർപ്പിക്കുന്നുണ്ട്. അപ്പം അത് എങ്ങനെയാണ്, അതും ഈ നമ്പറിൽ തന്നെയാണോ ഇടേണ്ടത്? അത് എത്ര രൂപയാണ് ഇടേണ്ടത്? അത് ഗ്രൂപ്പിലുള്ളവർ മാത്രമാണോ? എനിക്ക് അറിയില്ല, ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് അത് ചിന്തിച്ചിട്ടില്ല. അതുകൂടെ ഒന്ന് റിപ്ലൈ തരാം. ഇവർ പൈസ അയച്ചതിൽ ഒരു ട്രാൻസാക്ഷൻ ID ഉണ്ട്. ആ ട്രാൻസാക്ഷൻ ID എന്ന് പറയുന്നത് 40 36 18 55 43 47. ഇത് ഞാൻ എഴുതിയെടുക്കണം. ഈ ID വെച്ചിട്ടാണ് ഇവർ അയച്ച പേയ്മെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ ഇവരൊരു കാര്യം ചോദിച്ചു, അതിന് റിപ്ലൈ കൊടുക്കണം. അപ്പം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ മെസ്സേജിനും ടൈം സ്പെൻഡ് ചെയ്യണം. അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് നോക്കി പോകാൻ കഴിയില്ല മെസ്സേജിൽ. ക്ലിയർ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് കണ്ടോ, ഈ മെസ്സേജുകളെല്ലാം നോക്കിയെടുക്കണം. കണ്ടില്ലേ, ഇതിൽ നിങ്ങളുടെ പേരില്ല, നമ്പർ മാത്രമേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ ഇതെല്ലാം ഞാൻ നോക്കി വരണമെങ്കിൽ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ആരും മെസ്സേജ് എൻ്റെത് നോക്കുകയാണ്. ഇതെല്ലാം നമ്പേഴ്സാണ്. ഇതിൽ ആരാണ് ഇന്ന ആൾ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കി വരുമ്പോഴേ അറിയാൻ പറ്റൂ. ചിലവർ വെറുതെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജ് അയച്ചിടും. ചിലവർ വെറുതെ ഹരീഷ്ണ മാതാജി ക്ലാസ് എത്ര മണിക്കാണെന്ന് ചോദിക്കും. ചിലർ പേയ്മെൻറ്റ് അയച്ചിട്ട് ട്രാൻസാക്ഷൻ അയച്ചിടും. ചിലവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ അത് അയച്ചിടും. ചിലവർ സാധനങ്ങൾ അയക്കാൻ എന്താണ്, വാങ്ങിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ചിലവർ അവരുടെ വിഷമങ്ങൾ അയച്ചിടും. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് മെസ്സേജിൽ. അപ്പം മെസ്സേജ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, അത് നോക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കും, ഞാനത് നോക്കിക്കോളാം. ഓക്കെ, ഇപ്പോൾ ഇവർ അയച്ചതിൽ തന്നെ 3 കാര്യങ്ങളുണ്ട്. എന്താണ്? ഒന്ന്, അവരുടെ വാട്സപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. ഒന്ന്, അവരുടെ ട്രാൻസാക്ഷൻ ID നോട്ട് ചെയ്യണം. ഒന്ന്, അവർക്ക് അടുത്ത സർവീസ് എന്താണോ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. അപ്പോൾ ഒരു മെസ്സേജിന് എത്ര സമയം എടുക്കും? തിങ്ക് ചെയ്യൂ. പയ്യെ നോക്കിത്തരാം. വെറുതെ ഓപ്പൺ ചെയ്ത് പോയിട്ട് കാര്യമില്ലല്ലോ. അതിന് റിപ്ലൈ കിട്ടണ്ടേ നിങ്ങൾക്ക് കൃത്യമായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇന്ന് വേറെ മറ്റു വിശേഷങ്ങളൊന്നും പറയണ്ട, നമുക്ക് പെട്ടെന്ന് ക്ലാസ് തുടങ്ങണം. ഹരേ കൃഷ്ണ. ഗുരുവായൂർ മഞ്ജരീസിലൂടെ നമ്മൾ ദിവസവും രാവിലെ പ്രഭാത മഞ്ജരിയിലൂടെ കേൾക്കുന്നത് ഗീതാ പഠനമാണ്. ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീന്ദ്രിയ രഹസ്യമാണ്. നമ്മൾ എടുക്കുന്ന ഗീത ഇസ്കോണിന്റെ ഫൗണ്ടർ ആയിരിക്കുന്ന ശ്രീല പ്രഭുപാജിയുടെ ആത്മീയ ആചാര്യൻ ശ്രീല പ്രഭുപാജിയുടെ ഗീതയാണ്. അദ്ദേഹത്തിൻ്റെ ഗീതയാണ് ഏറ്റവും ബെസ്റ്റ് ഗീത. ഓക്കെ, അപ്പം അല്ല, എല്ലാവരും മെസ്സേജ് അയച്ചിട്ടാൽ മതി അമ്മേ, ആരും വിളിക്കേണ്ട, മെസ്സേജ് അയച്ചിട്ടാൽ എനിക്ക് അതാണ് എളുപ്പം. അതാകുമ്പോൾ എനിക്ക് ഇതുപോലെ രാത്രിയൊക്കെ ഇരുന്ന് ക്ലാസ്സിൻ്റെ സമയത്ത് നോക്കാൻ പറ്റില്ല, രാത്രിയൊക്കെ ഇരുന്ന് നോക്കാമല്ലോ. അതുകൊണ്ട് കോൾസിനേക്കാൾ എനിക്ക് ഈസി മെസ്സേജാണ്. മനസ്സിലായില്ലേ? മറ്റേത് ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഒരു ഫോൺ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് കോൾസ് വരുമ്പോൾ ഞാൻ ജോലി ചെയ്യുന്നത്. സ്റ്റുഡിയോ പോയി കഴിഞ്ഞാൽ എനിക്ക് ഡബ് ചെയ്യുമ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല. അന്നദാനം കൊണ്ടുപോകുമ്പോൾ എനിക്ക് പാക്ക് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല. ഏറ്റവും ബെസ്റ്റ് എനിക്ക് മെസ്സേജാണ്. മെസ്സേജ് ആകുമ്പോൾ എനിക്ക് എളുപ്പം നോക്കി പോകാൻ പറ്റും. ഫ്രീ ടൈം കിട്ടും, നമ്മളൊക്കെ നോക്കി റിപ്ലൈ കൊടുക്കാൻ പറ്റും. ഓക്കെ, ആര് പറഞ്ഞു ക്ലാസ് ഇല്ലെന്ന്? ഇന്നലെയും ക്ലാസ് എടുത്തിരുന്നല്ലോ. എത്ര വയ്യാണ്ടായാലും ഞാൻ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ക്ലാസ് എടുക്കുന്നുണ്ട്. 2-3 ദിവസം തീരെ പറ്റാഞ്ഞതുകൊണ്ടാണ് ക്ലാസ് എടുക്കാത്തത്.
അപ്പോൾ നമ്മുടെ ശ്രീല പ്രഭുപാജിയുടെ ഗീത, ഭഗവത്ഗീത യഥാരൂപത്തിൽ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്ന 4ാമത്തെ ആയി വരുന്നു, സുഖമായി വരുന്നു. 4ാമത്തെ അധ്യായത്തില് 2ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. 4ാമത്തെ അധ്യായത്തിൽ 2ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് വളരെ സീരിയസ് ആയിട്ട് കേൾക്കുക. ഓക്കെ. ഏവം പരമ്പരാ പ്രാപ്തമിമം രാജർഷയോ വിധുസ്സ കാലനേഹ മഹദാ യോഗോ നഷ്ടപരം തപ. എന്താണ് ഇതിന്റെ അർത്ഥം? പരം തപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹേ ശത്രുക്കളെ കീഴടക്കുന്നവനെ. ആരാണ് ശത്രുക്കളെ കീഴടക്കുന്നത്? അർജുനനാണ്. ഓക്കെ. പരം തപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുന, ശത്രുക്കളെ കീഴടക്കുന്നവനെ. ഏവം, ഏവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രകാരം, ഇതുപോലെ. പരമ്പരാപ്രാപ്തം, അതായത് ഗുരുശിഷ്യ പരമ്പരയിലൂടെ. ഓക്കെ. പരമ്പരാപ്രാപ്തം, ഗുരുശിഷ്യ പരമ്പരയിലൂടെ. അയ്യോ, പറയാതിരിക്കേണ്ട രജനി, മാതാജി പറഞ്ഞോളൂ, ഞാൻ നോക്കിക്കോളാം. മാതാജി വിഷമിക്കണ്ട. നോക്കട്ടെ, മാതാജിയുടെ മെസ്സേജിനെ ഞാൻ ഫസ്റ്റ് നോക്കാം. എനിക്ക് നമ്പറേ പേര് പോലും അതിലറിയില്ല ആരുടെയാണ്. വിഷമിക്കണ്ട, വേഗം നോക്കാം കേട്ടോ. പറയണ്ട. അല്ല, പറഞ്ഞോളൂ. ഇമം, ഇമം എന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രത്തെ. ശൈലമാതാജി വിളിച്ചപ്പോൾ കട്ട് ചെയ്ത ക്ലാസ്സിലായിട്ടാണേ. രാജർഷയ, രാജർഷിമാർക്ക് തുല്യമായിരിക്കുന്ന. വിദുഹ, വിദുഹ എന്ന് പറഞ്ഞാൽ മനസ്സിലായി അല്ലെങ്കിൽ മനസ്സിലാക്കി എന്നാണ് അർത്ഥം. സയോഗ, സയോഗ എന്ന ഭഗവാനുമായുള്ള ബന്ധത്തെയാണ് സയോഗ എന്ന് പറയുന്നത്. ഓക്കെ. ബന്ധത്തിന്റെ ആ ഒരു പഠനം, ശാസ്ത്രം, അതിനെയാണ് സയോഗ എന്ന് പറയുന്നത്. മഹതാ കാലേന, മഹതാ കാലേന എന്ന് പറഞ്ഞാൽ മഹത്തായ കാലം കൊണ്ട്, കാലക്രമേണ, മഹത്തായ ഏറ്റവും നല്ല കാലം കൊണ്ട്. ഇഹ, അതായത് ഈ ലോകത്തിൽ, ഇഹ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ. നഷ്ടഹ, നഷ്ടമായി തീർന്നു, നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. വേർഡ് ബൈ വേർഡ് ഉള്ള അർത്ഥമാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു ഭാവാർത്ഥമുണ്ട്, അതെന്താ നോക്കാം. അങ്ങനെ ഗുരു ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ സർവോത്കൃഷ്ടമായിരിക്കുന്ന, ഏറ്റവും പുണ്യമായിരിക്കുന്ന ശാസ്ത്രം എന്താണ്? ഭഗവാനുമായി ബന്ധപ്പെട്ട ശാസ്ത്രം, ഭഗവത്ഗീതാ ശാസ്ത്രം. അത് രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു. നമ്മൾ മനസ്സിലാക്കിയോ? ഇല്ല. കാലക്രമേണ എന്താ ഉണ്ടായിരിക്കുന്നത്? കാലക്രമേണ വിളിച്ചാൽ ഉടനെ റിപ്ലൈ കിട്ടാൻ ബുദ്ധിമുട്ടാണ് മാതാജി. മിക്ക കോൾസും എനിക്ക് എടുക്കാൻ പറ്റാറില്ല. അപ്പൊ രാവിലെ തന്നെ ഐ ഷോ യു. കണ്ടോ, ഇതൊക്കെ മിസ്ഡ് കോളാണ്. ഇത്രയും കോൾസ് രാവിലെ 5 മണി മുതൽ വരാൻ തുടങ്ങിയാൽ 2:30-ക്ക് കിടന്ന് 2 മണിക്ക് കിടന്ന് 3:30-ക്ക് എഴുന്നേൽക്കുന്ന ഒരാളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. 5 മണിക്ക് വീണ്ടും കിടക്കാൻ പോകുമ്പോൾ മൊബൈൽ അടിക്കുമ്പോൾ ആലോചിച്ച് നോക്കിക്കേ. അത് കഴിഞ്ഞ് രാവിലെ എണീറ്റിട്ട് വീട് തൂത്ത് പെറുക്കാനും ഭഗവാനെ കുളിപ്പിക്കാനും മറ്റു കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ജോലിയൊക്കെ എനിക്കും ഇല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മെസ്സേജ് ഇട്ട് വെക്കാൻ. മെസ്സേജ് ആകുമ്പോൾ എനിക്ക് നോക്കാനുള്ള സമയം കിട്ടും. കോൾസ് വരുമ്പോൾ ഈ മെസ്സേജ് പെൻഡിങ് ആവും, അതവിടെ കിടക്കും. ഒരു കോളം എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1/2 മണിക്കൂറാണ്, അതവിടെ പെൻഡിങ് ആവും മെസ്സേജ്. എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. കോൾസ് വേണോ മെസ്സേജ് വേണോ? മെസ്സേജാണ് എനിക്ക് ഈസി എന്ന് ഞാൻ പറയുന്നു. അതാകുമ്പോൾ നിങ്ങൾക്കും എന്താ പറയുക, ഒരാശ്വാസമാണ്. എനിക്കതിൻ്റെ റിപ്ലൈ തരാൻ സാധിക്കും, ടൈം കിട്ടും. മറ്റേത് ജോലി സ്ഥലത്തൊക്കെ മൊബൈൽ യൂസ് ചെയ്താൽ വലിയ പ്രശ്നമാണ്, ഭയങ്കര ഇഷ്യൂസാണ്. എനിക്ക് എന്താ പറയുക, എപ്പോഴും എനിക്ക് വഴക്ക് കേൾക്കുന്ന ഒരു കാര്യം അതാണ്, ഈ മൊബൈൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നതിന്. ഒന്ന് ശ്രദ്ധിക്കുക. മെസ്സേജാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. എനിക്കതാണ് സന്തോഷം, മെസ്സേജാണ് നല്ലത്. അപ്പോൾ കാലക്രമേണ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവത്ഗീത എന്താ ഉണ്ടായത്? ആ ഗുരുശിഷ്യ പരമ്പര ശൃംഖല മുറിഞ്ഞു പോയി അല്ലേ? ഗുരുശിഷ്യ പരമ്പരയുടെ ആ ശൃംഖല അങ്ങോട്ട് മുറിഞ്ഞു പോയി. അപ്പൊ എന്തുണ്ടായി? ഭഗവത്ഗീത പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. അല്ലെങ്കിൽ ഭഗവാൻ നമുക്ക് പകർന്നു തന്ന ഗീത പാതി വഴിയിൽ നമുക്കങ്ങ് നഷ്ടമായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഗുരുശിഷ്യ പരമ്പരയുമായിട്ട് എപ്പോഴും കണക്റ്റ് ആയിരിക്കണം. നമ്മുടെ ഗുരുശിഷ്യ പരമ്പര എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? ഇസ്കോണാണ്. നമ്മുടെ ആത്മീയ ആചാര്യൻ ആരാണ്? ശ്രീല പ്രഭുപാജിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് നമ്മുടെ ജയപതാക് മഹാരാജ്. അപ്പം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആ ഇസ്കോണുമായിട്ടുള്ള കണക്ഷനാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഗുരുശിഷ്യ പരമ്പര എന്ന് പറയുന്നത്. ആ ഗുരുശിഷ്യ പരമ്പരയിലൂടെയാണ് നമുക്കിപ്പോൾ ഇന്ന് ഗീത കൈമാറ്റം ചെയ്തു വന്നിരിക്കുന്നത്. കാലക്രമേണ ഭഗവാൻ പറഞ്ഞു കൊടുത്ത ആ ഗീത പാതിയിൽ വെച്ച് മുറിഞ്ഞുപോയി.
മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഭഗവാൻ ഗീത വീണ്ടും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ട് അർജുനന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ 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 കണക്റ്റായാണ് ഇന്നിപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, പ്രജാഭരണ കൃത്യത്തിൽ ഉപയോഗിക്കണമെന്ന് ഉപദേശിക്കപ്പെട്ടിരുന്നതിനാൽ ഋഷിതുല്യരായ രാജാക്കന്മാരാണ് ഗീതോപദേശത്തിന് പാത്രീഭവിച്ചത്. ഋഷിതുല്യരായിരിക്കുന്ന രാജാക്കന്മാർ, അതായത് ഋഷിമാരെ പോലെ ജീവിച്ച് രാജ്യം ഭരിച്ച രാജാക്കന്മാർ, അവര് എന്താ ചെയ്തിരിക്കുന്നത്? പ്രജാഭരണ കൃത്യത്തിൽ, പ്രജകളെ ഭരിക്കുന്നതിൽ, നാടും രാജ്യമൊക്കെ ഭരിക്കുന്നതിൽ, അതിനു വേണ്ടിയിട്ടാണ് ഗീത ഉപയോഗിച്ചത്. അപ്പൊ എന്തിനായിരിക്കും പ്രജാഭരണ കൃത്യത്തിൽ ഉപയോഗിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഗീത പഠിച്ചത്? ധർമ്മമുണ്ടെങ്കിലേ പ്രജകൾക്ക് സത്യവും നീതിയും ന്യായവും ധർമ്മവും കിട്ടും. ഒരു നാട് ഭരിക്കുന്ന രാജാവ് നന്നായി ധർമ്മിഷ്ഠനായിട്ടില്ല എങ്കിൽ ആ രാജ്യം തന്നെ നശിച്ചു പോകും. അപ്പൊ ആ രാജാവ് ധർമ്മിഷ്ഠനാവണമെങ്കിൽ ധാർമ്മികതയുടെ ഉറവിടം എന്ന് പറയുന്നത് എന്താണ്? ഭഗവത്ഗീതയാണ്. അപ്പൊ ആ രാജാവ് ഭഗവത്ഗീത നേരെ അങ്ങ് ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ്. അങ്ങനെ ഭഗവത്ഗീത ഹൃദയത്തിൽ സ്വീകരിച്ച രാജാക്കന്മാർ ആരായിരിക്കും? ഋഷി തുല്യരായിരിക്കുന്ന രാജാക്കന്മാർ, അതായത് ഋഷീശ്വരന്മാരെ പോലെയുള്ള രാജാക്കന്മാർ. ഗീത നമ്മൾ ഉൾക്കൊണ്ടാൽ തന്നെ നമ്മൾ അതുപോലെ ആയി കഴിഞ്ഞു. ധർമ്മം, നീതി, ന്യായം, സത്യം, സ്നേഹം, സേവനം, ഇങ്ങനെ അതായി കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു രീതിയിൽ ഭഗവത്ഗീത ഉപയോഗിച്ച് പ്രജാഭരണ കൃത്യത്തിൽ, പ്രജകളെ ഭരിക്കുന്ന ആ ജോലിയിൽ അവരെന്തുപയോഗിച്ചു? ഗീത ഉപയോഗിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തങ്ങൾക്ക് തോന്നിയതുപോലെ ഓരോ വ്യാഖ്യാനം നൽകുകയും ആർക്കും പ്രയോജനപ്പെടമില്ലാത്ത രീതിയിൽ മൂലച്യുതി വരുത്തുകയും ചെയ്യുന്ന ആസുര സ്വഭാവികൾക്ക് ഉപദേശിക്കപ്പെട്ടതല്ല ഭഗവത്ഗീത. മനസ്സിലായില്ലേ? ചില വ്യക്തികള് അവര് തന്നെ ആ ഗീതയെ വളച്ചൊടിച്ചെടുക്കും. അതിന്റെ ആവശ്യമില്ല, അങ്ങനെ ചെയ്യരുത്. അപ്പൊ അത് മൂല്യച്യുതി നഷ്ടം വരും. അതായത് മൂല്യച്യുതി എന്ന് പറഞ്ഞാൽ, ച്യുതി എന്ന് പറഞ്ഞാൽ നാശം, മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകക്കാമ്പ്, അതിന്റെ അന്തസത്ത. നമ്മൾക്ക് തോന്നിയ പോലെ ഭഗവത്ഗീതയെ വ്യാഖ്യാനം ചെയ്യരുത്. ശ്രീല പ്രഭുപാജി എഴുതിയ പോലെ ഒരു ഗീത ഇനി ആരും എഴുതില്ല. ജയ് ഗുരുദേവ്. ആരെ കൊണ്ട് എഴുതാനും സാധിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അനേകം വ്യാഖ്യാനങ്ങൾ ഗീതയ്ക്കുണ്ട്. പക്ഷേ ശ്രീല പ്രഭുപാജിയുടെ വ്യാഖ്യാനം പോലെ ഒരു ഗീത ഇനി ലോക ചരിത്രത്തിൽ വരില്ല. അതാണ് ഭഗവത്ഗീത യഥാരൂപം എന്ന് പറയുന്നത്. യഥാരൂപം, അതിന്റെ യാഥാർത്ഥ്യമായിരിക്കുന്ന രൂപം, അതാണ് ശ്രീല പ്രഭുപാജി എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ ഭഗവത്ഗീത മൂല്യച്യുതി വരാതെ നമുക്ക് ആര് നൽകിയിരിക്കുകയാണ്? നമ്മുടെ ആത്മീയ ആചാര്യൻ ശ്രീല പ്രഭുപാജി നൽകിയിരിക്കുകയാണ്. അത് നമുക്ക് തോന്നിയ പോലെ വ്യാഖ്യാനം ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ള വ്യക്തികളെയാണ് എന്തെന്ന് പറയുന്നത്? ആസുര സ്വഭാവികൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആസുര സ്വഭാവികൾക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ ശ്രീല പ്രഭുപാജി ഗീത ഉപദേശിച്ചിരിക്കുന്നത്. മാക്സിമം എല്ലാവരും ലൈവ് ഷെയർ ചെയ്യും. 105 പേര് ലൈവ് കാണുന്നു. ഈ 105 പേരും ഭഗവാന്റെ നാമത്തിൽ ഈ ലൈവ് അനേകായിരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യും. അവരുടെ ജീവിതത്തിലേക്കും ഗീത നമുക്ക് പകർന്നു കൊടുക്കാം. അവരുടെ ജീവിതത്തിൽ വരുന്ന ഇരുളും നമുക്ക് മാറ്റിക്കൊടുക്കാം. ഓക്കെ, അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പ്രചരണത്തിന്റെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറത്ത് മറ്റൊരു സേവനമില്ല. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ലൈവ് ഷെയർ ചെയ്യും. ഓക്കെ, അതുവഴി നിങ്ങൾക്ക് ഭഗവാന്റെ കാരുണ്യവും അനുഗ്രഹവുമാണ് ലഭിക്കുന്നത്, മറ്റൊന്നുമല്ല. അതാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്, ഗീത പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആസുര സ്വഭാവികൾക്ക് അവർക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനം ചെയ്യാനുള്ളതല്ല ഗീത. ഭഗവത്ഗീത അവിവേകികളായിരിക്കുന്ന ഭാഷകന്മാരുടെ നിഗമനങ്ങൾ മൗലിക ഉദ്ദേശത്തെ തകർത്തുവിട്ടപ്പോൾ ശിഷ്യപാരമ്പര്യത്തെ പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമായി തീർന്നു. അല്ലെ? കുറെ ഭൗതികവാദികൾ അവർക്ക് തോന്നിയതുപോലെയൊക്കെ ഭഗവത്ഗീത ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ പറഞ്ഞു വന്നപ്പോ എന്ത് സംഭവിച്ചു? കുറെ കാലം കഴിഞ്ഞപ്പം അതിന്റെ മൗലികത, അടിസ്ഥാനം നഷ്ടപ്പെട്ടു പോയി. അത് നഷ്ടപ്പെട്ടു പോയ സമയത്ത് വീണ്ടും ശിഷ്യപാരമ്പര്യത്തെ പുനഃസ്ഥാപിക്കേണ്ടി വന്നു. വീണ്ടും ഒരു ശിഷ്യനിലൂടെ അത് ലോകത്തിന് പകർന്നു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ വന്ന വ്യക്തിയാണ് ആര്? ഭഗവാന്റെ മുമ്പിൽ അർജുനൻ. അർജുനൻ ഭഗവാന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു, നല്ലൊരു ശിഷ്യനായിരുന്നു, നല്ലൊരു സഹോദരനായിരുന്നു, എല്ലാമായിരുന്നു. അപ്പൊ ഭഗവാനെ എങ്ങനെയാണോ അർജുനൻ കണ്ടത് അതേപോലെ നമ്മൾ കണ്ടാൽ നമ്മൾക്കും ഗീത മനസ്സിലാവും. അതർവൈസ് നമുക്ക് മനസ്സിലാവില്ല. 5000 കൊല്ലങ്ങൾക്ക് മുൻപ് ശിഷ്യപരമ്പരയിൽ നേരിട്ട ആ ഒരു വിടവിനെ ആദ്യം സൂര്യദേവന്, മനുവിന്, ഇക്ഷാകുവിന് അങ്ങനെ പകർന്നു കൊടുത്തു അല്ലെ? പിന്നെ അത് പാതിയിൽ നിന്നുപോയി. അപ്പൊ ആ നിന്നുപോയ വിടവിനെ ഭഗവാൻ കണ്ടറിഞ്ഞു. ഗീത
മുന്നോട്ട് പോകുന്നില്ല, പരമ്പരയിലൂടെ മുന്നോട്ട് പോകുന്നില്ല എന്ന് ഭഗവാൻ മനസ്സിലാക്കി. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? ഗീതയുടെ ഉദ്ദേശം, ഭഗവാൻ പറഞ്ഞ ആ ഗീതയുടെ ഉദ്ദേശം നഷ്ടമായി എന്ന് മനസ്സിലാക്കുകയും പറയുകയും ചെയ്തു. എന്നിട്ട് എന്തുണ്ടായി? അങ്ങനെ ഈ കാലത്ത് പ്രത്യേകിച്ച് ഇംഗ്ലീഷില് ഗീതയുടെ പകർപ്പുകൾ ഒരുപാടുണ്ട്. അങ്ങനെയാണ് ഭഗവാൻ വീണ്ടും ഗീത അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. ഇംഗ്ലീഷിൽ ഗീതയുടെ ഒരുപാട് പകർപ്പുണ്ട്. അതുകൊണ്ട് ആധികാരികമായ ശിഷ്യപരമ്പര അനുസരിച്ചുള്ളതല്ല ആ പകർപ്പൊന്നും. മനസ്സിലായില്ലേ? ആധികാരികമായിരിക്കുന്ന ഒരു ശിഷ്യപരമ്പര അനുസരിച്ചല്ല ഗീതയുടെ ആ പകർപ്പൊന്നും പോകുന്നത്. ഇസ്കോൺ ഗീത കയ്യിലുണ്ടോ? ആധികാരികമായിരിക്കുന്ന ഗുരു ശിഷ്യ പരമ്പരയിലൂടെ വന്ന ഗീതയാണത്. ആ ഗീത മനസ്സിലാക്കാൻ സാധിച്ചാൽ എന്താണ് ഭഗവാൻ, നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നിത്യവും വരുന്ന ദുഃഖങ്ങളിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെടേണ്ടത്, നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത്, ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. അതിന് നമ്മൾ വാങ്ങേണ്ടത് ഭഗവത്ഗീത യഥാരൂപമാണ്. ശ്രീല പ്രഭുപാജിയുടെ ഗീതയാണ് വാങ്ങേണ്ടത്. മറ്റാരുടെ ഗീത വാങ്ങിയാലും നമുക്ക് അതിനൊരു വഴി തുറന്നു കിട്ടില്ല. ഓക്കെ, ഭൗതികവാദികളായിരിക്കുന്ന ഒട്ടേറെ പണ്ഡിതന്മാർ, അതായത് ഈ ലോകത്തിൽ ജീവിച്ച് ഈ ലോകമാണ് ലോകം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഭൗതികതയിൽ മുങ്ങി നിൽക്കുന്ന ഒരുപാട് അറിവുള്ള പണ്ഡിതന്മാര് ഭഗവത്ഗീതയ്ക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ചമച്ചു വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ വ്യാഖ്യാനങ്ങൾ ചമച്ചു വെച്ചിട്ടുണ്ട്. കൃഷ്ണ ഭഗവാന്റെ സർവോത്തമ വ്യക്തിത്വത്തെ കുറിച്ച് അംഗീകരിച്ചു കൊടുക്കുന്നവ അക്കൂട്ടത്തിൽ വളരെ ചുരുക്കമാണ്. അതായത് ഭഗവാൻ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കുന്നത് വളരെ ചുരുക്കമാണ്. ഗീത ഒരുപാട് കിട്ടും, പക്ഷെ അതിലൊന്നും അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനായിരിക്കുന്ന ആ ഭഗവാൻ കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ഒരുപാട് ഗീതയുണ്ട്, വളരെ ചുരുക്കം ഗീതയിൽ മാത്രമേ അത് അംഗീകരിച്ചു കൊടുക്കുന്നുള്ളൂ. എങ്കിലും ഭഗവാൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് അവർ പലതും മുതലെടുക്കുന്നുണ്ട്. മനസ്സിലായിരുന്നില്ലേ? ഭഗവാൻ പറഞ്ഞു വെച്ച ആ ഗീതയിൽ നിന്ന് അവർ പലതും മുതലെടുക്കും. അങ്ങനെ ഭഗവാൻ പറഞ്ഞ വാക്കുകളൊക്കെ എഴുതും. പക്ഷെ ഭഗവാനെ ഒരു സുപ്രീം ലോർഡ് എന്നുള്ള രീതിയിൽ അവരാരും കണക്കാക്കുന്നില്ല. ആസുര സ്വഭാവമാണത്. ഭഗവാനെ സുപ്രീം ലോർഡ് എന്ന് ട്രിവാൻഡ്രം ഇസ്കോണിലെ ഗീത കിട്ടും, നമ്മുടെ ഇവിടെയും കിട്ടും, മഞ്ചരീസിലും കിട്ടും. അപ്പം ആസുര സ്വഭാവമാണത്, ആസുരിക സ്വഭാവമാണ്. ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് അംഗീകരിക്കാതിരിക്കുന്നത് ആസുരിക സ്വഭാവമാണ്, അസുരന്റെ സ്വഭാവമാണ്. മനസ്സിലായില്ലേ? ഭഗവാനോട് അടുക്കുന്ന നല്ല വ്യക്തികളുടെ സ്വഭാവമല്ലത്. ദൈവികമായിരിക്കുന്ന സമ്പത്ത് അനുഭവിക്കുന്നുണ്ട് നമ്മളല്ലേ? ഭഗവാൻ നൽകിയ സമ്പത്താണ് നമ്മൾ ശ്വസിക്കുന്ന വായു വരേക്കും, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി, ഇതെല്ലാം ഭഗവാന്റെ സമ്പത്താണ്. അതെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അസുരന്മാർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. എല്ലാം ഈ ശ്വസിക്കുന്ന എന്താ പറയാ വായു വരെ നമ്മൾ ഉപയോഗിച്ചിട്ട് പറയും ഈശ്വരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് ചോദിക്കും. ഈശ്വരനെ കാണണമെങ്കിൽ കണ്ണുകൾ അടച്ചൊന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുത്താൽ മതി, ഈശ്വരനെ കാണാൻ പറ്റും, ഉറപ്പായിട്ടും കാണാൻ പറ്റും. മനസ്സിലായില്ലേ? ഇതെല്ലാം ഭഗവാന്റെ സമ്പത്താണെന്ന് അറിഞ്ഞിട്ടും, ഭഗവാൻ നൽകിയതാണെന്ന് അറിഞ്ഞിട്ടും, ഭഗവാന്റെ കാരുണ്യമാണെന്ന് അറിഞ്ഞിട്ടും അതൊന്നും എന്താ പറയുന്നത് ഉപയോഗിച്ചിട്ട് ഭഗവാനോട് നന്ദി പറയാതെ ഭഗവാനെ വെല്ലുവിളിച്ചിട്ട് അമ്പലത്തിന്റെ തൊട്ട് പുറത്തു നിന്നിട്ട് ഇതാണോ അമ്പലം, ഇവിടെയാണോ ഭഗവാൻ എന്ന് ചോദിക്കുന്ന വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്തിനാ രാവിലെ തന്നെ കെട്ടിയെഴുന്നള്ളി അമ്പലത്തിൽ പോണേ എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഡെയിലി അമ്പലത്തിൽ പോയിട്ട് എന്ത് കിട്ടി, ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നോ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. പക്ഷെ ഇവരാരും അറിയുന്നില്ല നമ്മൾ അനുഭവിക്കുന്നത് സർവത്ര ഭഗവാന്റെ സമ്പത്താണ് എന്നുള്ള കാര്യം. പരമ്പരാഗതമായിരിക്കുന്ന വിധത്തിൽ ഭഗവത്ഗീതയുടെ ഒരു പതിപ്പ് നമ്മൾക്ക് ആവശ്യമായി വന്നു അല്ലെ? പരമ്പരാഗതമായ രീതിയിൽ, അതായത് ഗുരുശിഷ്യ പരമ്പര വഴി ആ രീതിയിൽ തന്നെ നമുക്ക് ഭഗവാന്റെ ആ ഒരു വചനങ്ങൾ തെറ്റാതെ, മൂല്യം നഷ്ടപ്പെടാതെ ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പകർപ്പ് ഗീത, അത് നമുക്ക് ആവശ്യമായി വന്നു. അതാണ് നമുക്കിപ്പോൾ ശ്രീല പ്രഭുപാജി തന്നിരിക്കുന്നത്. ഭഗവത്ഗീത മനുഷ്യവർഗത്തിന് മഹത്തായ വരദാനമാണ്. ഭഗവത്ഗീത എന്ന് പറയുന്നതാണ് മനുഷ്യവർഗത്തിന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നിട്ട് അത് വായിക്കാതെ കൊണ്ടുപോയി പൂജാ റൂമിൽ വെച്ച് പൂജിച്ചിട്ട് കാര്യമില്ല. ഭഗവാൻ പറയുന്നു അത് തുറന്നു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ നേരിടുന്നു അതിനുള്ള ഉത്തരമെല്ലാം അതിലുണ്ട്. ഭഗവത്ഗീത കൊണ്ടുപോയി പൂജിച്ച് നവരാത്രി സമയത്തും കൊണ്ടുപോയി പൂജിച്ചിട്ട് അടച്ചു വെച്ചിട്ട് കാര്യമില്ല. ഗീത കേൾക്കണം. ഗീത മുഴുവനായി കേൾക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്.
ഭഗവാൻ വിചാരിച്ചാലേ ഗീത കേൾക്കാൻ പറ്റും, അല്ലാതെ കേൾക്കില്ല. ഈ ജന്മത്തിന്റെ മോക്ഷമാണ് ഗീത കേൾക്കുക എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഗീത പറയും, പക്ഷെ എല്ലാവരും പറയുന്ന ഗീത നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഭഗവാൻ നിശ്ചയിക്കുന്നുണ്ട്, ഇന്ന ആളുടെ വായയിൽ നിന്ന് ഇന്ന ആള് ഗീത കേൾക്കണം, അവർക്ക് ഇന്ന രീതിയിൽ മനസ്സിലാവണം. നമ്മൾക്കിവിടെ ഗീത പറയുമ്പം നമുക്ക് സാക്ഷിയായി ഭഗവാനും ശ്രീമതി രാധാറാണിയും ഇരിക്കുന്നുണ്ട്, അല്ലെ? അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഗീത പറയുന്നത്, അവരുടെ അനുഗ്രഹം കൊണ്ടാണ് പറയുന്നത്, അല്ലാതെ നമ്മുടെ ആരുടെയും കഴിവല്ല. ഞാൻ പറയുന്നത് എൻ്റെ കഴിവല്ല, ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ അനുഗ്രഹം. ഞാൻ ഇത്രയും പറയണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ബിക്കോസ് ഞാൻ ഭഗവാന്റെ സെർവൻ്റ് ആണ്, ഭഗവാന്റെ സെർവൻ്റ് ആണ്. അപ്പൊ ഭഗവാന്റെ ജോലിക്കാരി ആയതുകൊണ്ട് അദ്ദേഹം ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു. കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് ഭഗവാൻ തീരുമാനിക്കണം. ശരിയായി ചെയ്യുന്നുണ്ടോന്നും എനിക്കറിയില്ല, അതും ഭഗവാൻ തീരുമാനിക്കണം. കേൾക്കുന്ന നിങ്ങൾക്കത് മനസ്സിലാവുന്ന നിങ്ങളുടെ കഴിവുകൊണ്ടും ബുദ്ധി കൊണ്ടാണോ? അല്ല, നിങ്ങൾക്കത് മനസ്സിലാവാനുള്ള സമയമായി എന്ന് ഭഗവാൻ നിശ്ചയിച്ചത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ രണ്ട് കൂട്ടരും ഇവിടെ 0 ആണ്, മനസ്സിലായില്ലേ? നമ്മൾ രണ്ട് കൂട്ടരും 0 ആണ്. ഭഗവാനാണ് ഇവിടെ സുപ്രീം ആയിട്ടിരിക്കുന്നത്, അതും നമ്മൾ മനസ്സിലാക്കണം. സർവസമ്മതമാണ്, ഭഗവാന്റെ വരദാനമാണ് മനുഷ്യവർഗത്തിന് രക്ഷപ്പെടാനുള്ള ഗീത എന്നുള്ള കാര്യം സർവസമ്മതമാണ്. അതായത് സർവ്വലോകങ്ങളും അംഗീകരിച്ചാണ്, ഈശ്വരന്മാർ പോലും അംഗീകരിച്ച കാര്യമാണ്. പക്ഷെ അതിന്റെ തനിമയിൽ അംഗീകരിക്കണമെന്ന് മാത്രം, നമ്മൾ അത് അതുപോലെ അംഗീകരിക്കണം. ഗീതയെ നമ്മൾ അതുപോലെ ഹൃദയത്തോടെ ചേർക്കണം. അല്ലാതെ എനിക്ക് ഗീത അറിയാം, ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്കറിയാം, ഞാൻ ഗീത എന്നും വായിക്കുന്നതാണ്, ഇങ്ങനെ ഒരിക്കലും ഒരു അഹങ്കാര മനോഭാവം പാടില്ല. ഗീത ഒരിക്കലും 7 ദിവസം കൊണ്ടോ 7000 കോടി ജന്മങ്ങൾ കൊണ്ടോ പഠിച്ചാൽ തീരില്ല. കാരണം അത് ഭഗവാന്റെ നാവിൽ നിന്ന് വന്നതാണ്. ഒരു വാക്കിന് പോലും, ആ എന്ന വാക്കിന് പോലും അത്രയും കോടാനുകൂടി അർത്ഥങ്ങളുണ്ട്. പിന്നെ എങ്ങനെ 7 ദിവസം കൊണ്ട് ഗീതാ പഠനം പൂർത്തിയാക്കും? പിന്നെ എങ്ങനെ ഗീത കംപ്ലീറ്റ് പഠിച്ചു എന്ന് പറയും, വായിച്ചു എന്ന് പറയും? ഒരിക്കലും സാധിക്കില്ല. ഗീത എന്ന് പറയുന്നത് മഹാസാഗരമാണ്. സാഗരത്തിന് പോലും ഒരു ലിമിറ്റ് ഉണ്ട്, അതിനും അപ്പുറത്താണ് ഗീത. ആ ഗീത പൂർണ്ണമായി ഉൾക്കൊള്ളാനും പൂർണ്ണമായി മനസ്സിലാക്കാനും പൂർണ്ണമായി പഠിച്ചെടുക്കാനും ഈ ജന്മം ആരെക്കൊണ്ടും സാധിക്കില്ല. തത്വജ്ഞാനപരങ്ങളായിരിക്കുന്ന ഊഹാപോഹങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഉപന്യാസം എന്ന നിലയിൽ അത് പഠിക്കുന്നത് കേവലം സമയം പാഴാക്കലാണ്. തത്വം പഠിക്കണം, ജ്ഞാനം വേണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തത്വജ്ഞാനപരങ്ങളായിരിക്കുന്ന ഊഹാപോഹങ്ങൾ, പല ഊഹാപോഹങ്ങളിലൂടെയും നമ്മളത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് വേസ്റ്റാണ്, ടൈം വേസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾക്കിപ്പം ഇത്രയും പഠിച്ചു ഗീത. സീരിയസ്ലി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഭഗവാൻ എനിക്കൊരു കാരുണ്യം തന്നു, അത് എനിക്ക് ഭയങ്കരം, ഞാൻ എന്നും ഗുരുവായൂരപ്പനോട് നന്ദി പറയുന്ന കാര്യമാണ്. ഭഗവാനെ, എൻ്റെ ലൈവിൽ വരുന്ന പ്രിയപ്പെട്ടവർക്ക് ഗീത പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ ഉപയോഗിച്ചല്ലോ, അതിലും വലിയൊരു അനുഗ്രഹം എനിക്ക് ജീവിതത്തിൽ കിട്ടാനില്ല. കാരണം കൃഷ്ണനുണ്ണി അച്ഛൻ മുതൽ സൗന്ദര്യ അമ്മ മുതൽ ഒരുപാട് പേര്, ബിന്ദു അമ്മ മുതൽ ഒത്തിരി പേര്, രജനി അമ്മ മുതൽ, ഇവരൊക്കെ നല്ല എന്നേക്കാൾ ഏജ്ഡ് ആണ്, എന്നേക്കാൾ എക്സ്പീരിയൻസ്ഡ് ആണ്, എന്നേക്കാൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം നാരായണ നാമം ചൊല്ലിയവരാണ്, അല്ലേ? അപ്പൊ അവര് പോലും ഞാൻ പറയുന്ന ഗീത കേൾക്കാൻ വരുന്നുണ്ടെങ്കിൽ ഭഗവാൻ എത്രത്തോളം എനിക്ക് അദ്ദേഹത്തിന്റെ ജോലി തന്നിരിക്കുന്നു ചിന്തിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ജോലിക്കാരിയായി അദ്ദേഹം എന്നെ തെരഞ്ഞെടുത്തില്ലേ? അതല്ലേ നമുക്ക് കിട്ടിയ ഈ ജന്മത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. താങ്ക് യു സുനിത മാതാജി. അനുഗ്രഹം എന്ന് പറയുന്നത് അതിലും വലുത് എന്താ ഉള്ളത്? അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലിക്കാരിയായി നമ്മളെ തെരഞ്ഞെടുക്കുന്നു. അങ്ങനെ നിങ്ങളെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. എങ്ങനെ? ഞാൻ ഈ പറയുന്ന ഗീത നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക്. അതിനാണ് ഭഗവാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്, നിങ്ങളിലേക്ക് ആ ഗീത എത്തിക്കുന്നത്. എല്ലാവരിലേക്കും ഭഗവാൻ എത്തിച്ചോ? ഇപ്പൊ 112 പേര് ഇവിടെ ഇരിക്കുന്നു, എത്രയോ കോടി ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് കേൾക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഇതുപോലെ ഭഗവാന്റെ സമക്ഷം വന്നിരുന്ന് ഭഗവാന്റെ അടുത്തുനിന്ന് ലൈവായിട്ട് ഇത് കേൾക്കാൻ സാധിച്ചോ? ഇല്ല. അപ്പൊ ഈ 114 പേരും എത്ര ഭാഗ്യം ചെയ്തവരാണ്. കിച്ചൂട്ടന്റെയും രാധാറാണിയുടെയും മുമ്പിൽ ഇരുന്നു കൊണ്ട് ലൈവായിട്ടാണ് ഗീത കേൾക്കുന്നത്, അവരെ മുൻനിർത്തിക്കൊണ്ട്. അതിനുള്ള അനുഗ്രഹം ആർക്കെങ്കിലും കിട്ടിയോ? അപ്പൊ ഈ 113 പേരും എത്ര ലക്കിയസ്റ്റ് പീപ്പിൾസ് ആണ്. ചിന്തിച്ചു നോക്ക്. ആ ക്ലാസ് കഴിയുന്നത് വരെ അവരത് കേട്ടിരിക്കാൻ, ഭഗവാന്റെ കൂടെ ഇരുന്നത് കേട്ടിരിക്കാൻ ചിന്തിക്കണം. അപ്പൊ നിങ്ങൾ എത്ര എന്താ പറയാ, പരമോന്നതമായ സ്ഥാനത്താണ് നിങ്ങളെ ഭഗവാൻ വെച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഞാൻ ഗീത പഠിക്കുന്നുണ്ട് മഞ്ജരീസിലൂടെ, ഞാൻ പറയണം ഞാൻ ഗീത എടുക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള അഹങ്കാര മനോഭാവം ഒന്നും പാടില്ല. നമ്മൾ അതിന്റെ അന്തസത്തയിലേക്ക് വരണം. അതിനാണ് നമ്മൾ ഗീത പഠിക്കുന്നത്. അതിന്റെ അന്തസത്തയിൽ ആരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? ഭഗവാനാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലേ?
തീർച്ചയായിട്ടും രജനി മാതാജി, നമ്മളെല്ലാവരെയും ഒരുപോലെ ഈ ഒരു പാതയിലേക്ക് എത്തിച്ചത് ഭഗവാനാണ്. നമ്മൾ ഒരേപോലെയുള്ള ആൾക്കാരാണ്. നമ്മളെല്ലാവരും 115 ആൾക്കാരും ഞാനും ഒരേപോലത്തെ ആൾക്കാരാണ്. നമ്മളുടെ അറിവും നമ്മളുടെ എന്താ പറയുക ജ്ഞാനവും നമ്മുടെ ക്ഷമയും എല്ലാം ഒരേപോലെയാണ്. ഇവിടെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നു, അത്ര തന്നെ. മനസ്സിലായില്ലേ? നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എപ്പോഴും അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ശിരസ് കുനിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഭഗവാനെ, ഈ ജന്മം അവിടുന്ന് കാരുണ്യമേകിയാലും എത്ര കോടി ജന്മങ്ങൾ ഞാൻ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചു ഭഗവാനെ, ഇനിയെങ്കിലും ഗീതയിലൂടെ അങ്ങ് എനിക്ക് ആ മോക്ഷം നൽകിയാലും. അപേക്ഷിക്കുകയാണ്, അദ്ദേഹം തരുന്നുണ്ടെങ്കിൽ തരട്ടെ. നമ്മൾ അപേക്ഷിക്കുകയാണ് ഭഗവാനോട്. ഹരേ കൃഷ്ണ രാജേട്ടാ, എത്രത്തോളം താഴ്മയോടുകൂടി, എത്രത്തോളം ധാർമ്മികപരമായി, എത്രത്തോളം സത്യത്തോടുകൂടി ഈ ഭൂമിയിൽ ഓരോ നിമിഷവും ജീവിക്കാൻ പറ്റുമോ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ പരമോന്നതമായിരിക്കുന്ന മോക്ഷം എന്ന് പറയുന്നത്. അല്ലാതെ മരിച്ച് സ്വർഗത്തിൽ പോകണം എന്ന ആഗ്രഹമല്ല മോക്ഷം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എത്രത്തോളം ധാർമ്മികതയിൽ, ധർമ്മത്തിൽ നമ്മൾ ചിലപ്പോൾ തോറ്റുപോകും, സത്യത്തിൽ നമ്മൾ ചിലപ്പോൾ തലകുനിക്കും, അപമാനിക്കപ്പെടും. സത്യം പരം ധീമഹി, സത്യം മാത്രമേ ജയിക്കൂ. യഥോ ധർമ്മ തഥോ ജയ, എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് ജയമുള്ളത്. ഇത് എന്റെ വാക്കല്ല, ഭഗവാന്റെ വാക്കുകളാണ്. ആ വാക്ക് ഒരിക്കലും തെറ്റിപ്പോവില്ല. അപ്പൊ നമ്മുടെ കുടുംബങ്ങളിലായാലും നമ്മുടെ ജോലി സ്ഥലത്തായാലും എവിടെയായാലും നമ്മൾ സത്യം പറഞ്ഞിട്ട് നമ്മൾ അപമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ അപമാനിക്കപ്പെട്ടോട്ടെ, ബാക്കി ഭഗവാൻ നോക്കിക്കോളും. എവിടെയാണെങ്കിലും നമ്മൾ ധർമ്മം ചെയ്തിട്ട് നമ്മൾ ചീത്തപ്പേര് കേട്ടിട്ടുണ്ടോ, കേട്ടോട്ടെ, ബാക്കി ഭഗവാൻ നോക്കിക്കോളും. നമ്മൾ പേടിക്കണ്ട, നമ്മൾ തളരണ്ട, നമ്മൾ വിഷമിക്കണ്ട, നമ്മൾ കരയണ്ട. അത് ഭഗവാൻ നമ്മൾക്ക് അതിനുള്ള നിവർത്തി നൽകിയിരിക്കും. സത്യം, ഭഗവാൻ അതിനുള്ള നിവർത്തി നമുക്ക് നൽകിയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമ്മൾ ഗീതയിലൂടെ പഠിക്കേണ്ടത്. അല്ലാതെ കുറേ ശ്ലോകങ്ങൾ പഠിച്ചു വെച്ചിട്ട് അതിന്റെ അർത്ഥം ഇങ്ങനെ ശ്ലോകം വായിച്ചുകൊണ്ട് പോയി അതിന്റെ അർത്ഥങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആൾക്കാർ കാണാം ഒരു വാക്കിന് 10 പ്രാവശ്യം സംസ്കൃത ശ്ലോകം പറയുന്നുണ്ട്, അത് മഹാപണ്ഡിതനാണെന്ന് പറയും. പക്ഷെ ആ അവസ്ഥ കഴിഞ്ഞ് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പണ്ഡിതന്റെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ കുണ്ഠിതമാണ് തോന്നുന്നത്. ആ അവസ്ഥയിലോട്ടായി പോകും ചില വ്യക്തികളുടെ വായിൽ നാവിന്റെ കേട്ട് കഴിഞ്ഞാൽ. ആ പറയുന്ന സമയത്ത് മാത്രം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയും? നമ്മൾ എത്രത്തോളം ക്ഷമയോടെ ഇരിക്കാൻ പറ്റും, എത്രത്തോളം ദയോടെ ഇരിക്കാൻ പറ്റും, എത്രത്തോളം കാരുണ്യത്തോടു കൂടി ഇരിക്കാൻ പറ്റും, അത്രത്തോളം അതിന്റെ എക്സ്ട്രീം ലെവലിൽ ഇരിക്കും. ധർമ്മം മാത്രം ചെയ്യൂ. ധർമ്മം ചെയ്തിട്ട് അപമാനിക്കപ്പെട്ടോട്ടെ, നമ്മൾ സത്യവും ധർമ്മവും ചെയ്തിട്ട് നമ്മൾ തോറ്റുപോയിക്കോട്ടെ. പക്ഷെ ഭഗവാൻ നമ്മളെ വിജയിപ്പിക്കും. സ്വന്തം ജീവിതത്തിലും അതെ, എവിടെയാണെങ്കിലും അതെ. മനസ്സിലായില്ലേ? അതിന്റെ പേരിൽ നിങ്ങളെ കണ്ണുന്ന ഒരു തുള്ളി കണ്ണുനീര് വരണ്ട. ചോദിക്കാനുള്ളത് ഭഗവാൻ ചോദിച്ചോളും, അദ്ദേഹം പ്രവർത്തിച്ചോളും. ഹരേ കൃഷ്ണ. ഓക്കെ, അതിനാണ് നമ്മൾ ഗീത പഠിക്കുന്നത്. ഇനി 4-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ ശ്ലോകം. സ ഏവായം മയാധേധയോഗ പ്രോക്തഃ പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതിദുത്തമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേ ഭക്ത എന്ന് പറഞ്ഞാൽ നീ എന്റെ ഭക്തനാണ്. ഭഗവാൻ പറയുന്നു, നീ എന്റെ ഭക്തനാണ്. ഇത് ഗീതയിൽ എഴുതി വെച്ച വാക്കല്ല, ഭഗവാൻ നിങ്ങളോട് പറയുന്നതാണ്, എന്നോടും കൂടി പറയുന്നതാണ്. ഭഗവാന്റെ വാക്കുകളാണിത്. മനസ്സിലായി? അമ്പിളി മാതാജിയുടെ നാവിന്ന് വരുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ. ആ ശബ്ദവും ഇന്ന് ഭഗവാന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഭഗവാൻ പറഞ്ഞ വാക്കാണ്. നിങ്ങൾക്ക് പണ്ട് ഗൾഫിലൊക്കെ ആരെങ്കിലും ഉണ്ടാകുമ്പോൾ കത്തെഴുതില്ലേ, അത് നിങ്ങളാണ് വായിക്കുന്നതെങ്കിലും പറയുന്നത് അവരല്ലേ. അങ്ങനെയല്ലേ നമ്മളത് മനസ്സിലാക്കുന്നത്? കറക്റ്റ്. ഇന്ന് വാട്സപ്പിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു മെസ്സേജ് എഴുതി മെസ്സേജ് അയച്ചാൽ ആ മെസ്സേജ് വായിക്കുന്നത് നിങ്ങളാണെങ്കിലും പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയാണ്, അല്ലേ? അപ്പൊ അതേപോലെ ഇവിടെ ഞാൻ വായിക്കുന്നത് എന്റെ ശബ്ദത്തിലാണെങ്കിലും പറയുന്നത് ഭഗവാനാണ്. അപ്പൊ ഭഗവാന്റെ വാക്കുകളാണിത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മേ ഭക്തഹ, നീ എന്റെ ഭക്തനും, സഖാ, സഖാവും, അസി, അതായത് അസി എന്ന് പറഞ്ഞ ആകുന്നു, നീ എന്റെ ഭക്തനും സഖാവുമാകുന്നു. നിങ്ങൾ 130 പേരും ഭഗവാന്റെ ഭക്തരും കൂട്ടുകാരുമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇധി, അതുകൊണ്ട്, തേ, തേ എന്ന് പറഞ്ഞാൽ നിനക്കായി, അതുകൊണ്ട് നിനക്കായി, അയം, അയം എന്ന് പറഞ്ഞാൽ അങ്ങനെ, ഇതിതേ സഹായം, ഈ പുരാതന യോഗ ഏവച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാതനമായ യോഗം തന്നെ. പുരാതനമായ യോഗം എന്താണ്? ശിഷ്യപരമ്പരയിലൂടെ നമ്മൾ ഗീത പഠിക്കുക എന്നുള്ളത്. ആദ്യ, അധ്യ എന്ന് പറഞ്ഞാൽ ഇന്ന്, ഇപ്പോ, മയാ, മയ എന്ന് പറഞ്ഞാൽ എന്നാൽ ആയതുകൊണ്ട്, പ്രോക്ത, പ്രോക്ത എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടു, ഹി തീർച്ചയായും, ഹി എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഏതത് ഇത്,
ഏതത് എന്ന് പറഞ്ഞാൽ ഇത്, ഇപ്പോ, ഈ ഒരു വസ്തു എന്ന് പറയില്ലേ. ഉത്തമം, ഉത്തമ രഹസ്യം, ഇത് ഉത്തമമായ രഹസ്യമാകുന്നു. അതായത് ഭഗവാൻ പറയുന്നു ഈ 129 പേരും ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരും കൂട്ടുകാരുമാണ്. അതുകൊണ്ട് ഈ രഹസ്യം ഞാൻ വീണ്ടും പറയാണ്. ഏത്? ഗീത. ഭഗവാൻ ആ രഹസ്യം നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞു തരികയാണ്. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാ പറഞ്ഞിരുന്നത്? ഭഗവാന് നിങ്ങൾ പ്രിയപ്പെട്ട ഭക്തരുമാണ്, ഭഗവാന് പ്രിയപ്പെട്ട കൂട്ടുകാരുമാണ് നിങ്ങൾ. ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം? ഭഗവാൻ നിങ്ങളോട് ഇപ്പൊ രാവിലെ പറഞ്ഞൊരു വാക്കാണത്. ഇപ്പൊ എത്രയായി സമയം? ഇപ്പോ 11:57 ഫെബ്രുവരി 5-ാം തീയതി രാവിലെ 11:57 ഭഗവാൻ പറയുന്നു എന്താണ്? ഡിക്ലൈൻ ചെയ്ത ഗ്രൂപ്പുകൾ ഇനിയും ജന്മം എടുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവർക്കത് കേൾക്കാനുള്ള സമയമായിട്ടില്ല. അപ്പൊ ഭഗവാൻ പറയുന്നു ഈ 11:57 ഫെബ്രുവരി 5 നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഭക്തരും നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുമാണ്. അതുകൊണ്ട് ഞാൻ ഈ രഹസ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും പറഞ്ഞു തരുന്നു. ഈ ചൂടൻ നിങ്ങളോട് പറയുന്നു, സാക്ഷാൽ ഭൂലോക വൈകുണ്ഠനാഥൻ നിങ്ങളോട് പറയുന്നു, എന്നോടും പറയുന്നു. പരമപുരുഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ പുരാതന ശാസ്ത്രമാണ് ഭഗവാൻ നമ്മൾക്ക് വിവരിച്ചു തരുന്നത്. ഭഗവാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പുരാതന ശാസ്ത്രം, ഏറ്റവും പുരാതനമായിരിക്കുന്ന ശാസ്ത്രമാണ് ഗീത എന്ന് പറയുന്നത്. അതാണ് ഭഗവാൻ നമ്മൾക്ക് ഇപ്പൊ ഇവിടെ പറഞ്ഞു തരുന്നത്. അതീന്ദ്രിയമായിരിക്കുന്ന ഈ ഗുപ്തജ്ഞാനം മനസ്സിലാക്കാൻ നിനക്ക് കഴിവുണ്ട്. ആഹാ, എത്ര മനോഹരമായ വാക്കുകൾ അല്ലെ. അതീന്ദ്രിയമായിരിക്കുന്ന ഈ ജ്ഞാനം, ഈ അറിവ്, അത് മനസ്സിലാക്കാൻ നിനക്ക് കഴിവുണ്ട് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അങ്ങനെ തന്നെ പറയുന്നു ഭഗവാൻ. ശ്രീല പ്രഭുപാജിയുടെ ഗീത നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 231 പേജിൽ എടുത്തു നോക്കൂ. അതിന്റെ ഏറ്റവും താഴെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നുണ്ട്, നീ എന്റെ ഭക്തനും മിത്രവുമായതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെട്ടിരുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ നിനക്ക് വിവരിച്ചു തരുന്നത്. അതുകൊണ്ട് അതീന്ദ്രിയമായി ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കാൻ നിനക്ക് കഴിവുണ്ട്. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണം? ഭഗവാൻ എഴുതിയിരിക്കുന്ന കത്തെന്ന് പറയൂ, നിങ്ങൾ ഇതിനെ ലെറ്റർ എന്ന് പറയൂ. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് 142 പേരുണ്ട്. ഇപ്പൊ ഈ 142 പേർക്കും ഭഗവാൻ പറയുന്നു, ഭഗവാൻ ഇപ്പോ ലൈവായി ഇരുന്ന് നിങ്ങളോട് പറയുന്ന ഈ ഗീത അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ആരും ഒരു സീറോ അല്ല, ഒന്നിനും കഴിവില്ലാത്തവരല്ല. ഏറ്റവും വലിയ പൗരാണിക ശാസ്ത്രമായിരിക്കുന്ന ഗീത, ഭഗവാന്റെ നാവിൽ നിന്ന് വന്ന ആ സത്യമായിരിക്കുന്ന അതീന്ദ്രിയ ജ്ഞാനം മനസ്സിലാക്കാൻ കഴിവുള്ളവരെയാണ് ഭഗവാൻ ഈ ലൈവിൽ ഇപ്പൊ തെരഞ്ഞെടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ നിസാരക്കാരല്ല, അതാദ്യം ചിന്തിക്കൂ. മനുഷ്യർ 2 തരത്തിലാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്, ഭക്തരും അസുരന്മാരും. ശരിയല്ലേ? ഭക്തരുമുണ്ട്, അസുരന്മാരുണ്ട്. ഭഗവാന്റെ ഭക്തനായതുകൊണ്ടാണ് ഭഗവാൻ അർജുനനെ ഗീത പഠിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത്. അപ്പൊ നമ്മളും ഭഗവാന്റെ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവരായതുകൊണ്ടാണ്, നമ്മൾ ഭക്തരല്ല, ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നതായതുകൊണ്ടാണ് ഭഗവാൻ നമ്മൾക്കിത് പറയാനും നിങ്ങൾക്കിത് കേൾക്കാനുള്ള ഒരു സമയം ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത്, ഈ 11:57. മനസ്സിലാവുന്നുണ്ടോ? ഒരു അസുരന് ഈ രഹസ്യജ്ഞാനം മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭഗവത്ഗീത എന്ന് പറയുന്ന ഈ രഹസ്യം മനസ്സിലാക്കാൻ ഒരു അസുരനെ കൊണ്ട് സാധിക്കില്ല എന്ന് ഭഗവാൻ ഉറപ്പ് പറയുന്നു. ഈ വൈജ്ഞാനിക ഗ്രന്ഥത്തിന്, അതായത് വേദങ്ങൾക്കെല്ലാം മുകളിലുള്ള ഈ ഗ്രന്ഥത്തിന്, ഗീതയ്ക്ക് അസംഖ്യം പതിപ്പുകളുണ്ട്, ഒരുപാട് പതിപ്പുകളുണ്ട് ഈ ഗീതയ്ക്ക്. ചിലത് ഭക്തന്മാരാൽ രചിച്ച വ്യാഖ്യാനങ്ങളാകുന്നു. ഭഗവാന്റെ ഭക്തന്മാർ എഴുതി വെച്ചിരിക്കുന്ന വ്യാഖ്യാനങ്ങളാണിത്. മനസ്സിലാവുന്നുണ്ടോ? മറ്റു ചിലത് അസുര നിർമ്മിതങ്ങളാണ്. ചില ഗീത വായിച്ചാൽ നമുക്ക് അങ്ങോട്ടേക്ക് ഭ്രാന്ത് പിടിക്കും. കാരണം അവരവരുടെ രീതിയിൽ എന്താ ചെയ്യുന്നത്? അവരവരുടെ രീതിയിൽ വന്നതാണ്, അവരവരുടേതായ രീതിയിലാണ് അതിനെ വ്യാഖ്യാനം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഭഗവാൻ ഇവിടെ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഗീത എന്ന് പറയുന്നത് അസുരന്മാരാൽ നിർമ്മിക്കപ്പെട്ട ഗീതയല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന പരമോന്നതമായിരിക്കുന്ന അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്ന ഗീതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭക്തന്മാരുടെ വ്യാഖ്യാനം സത്യവും വെളിപ്പെടുത്തുന്നു. ഭഗവാൻ പറയുന്നു, ഭക്തന്മാര് പറയുന്ന ഗീത എന്ന് പറയുന്നത് സത്യമായ ഗീതയാണ്. അച്ഛാ ക്ലാസ്സിലാണേ. ശരി, ക്ലാസ്സിൽ, അതാ ഞാൻ മറ്റേ ഫോണിൽ കട്ട് ചെയ്ത്. അപ്പോ ഭഗവാൻ പറയുന്നത് എന്താണ്? ഭക്തന്മാരാൽ എഴുതപ്പെട്ട ഗീത വേണം നമ്മൾ പഠിക്കാൻ. ഇവിടെ ശ്രീല പ്രഭുപാജി എന്ന് പറയുന്നത് പരമോന്നതനായിരിക്കുന്ന ഒരു ഭക്തനാണ്. അപ്പൊ അദ്ദേഹം നൽകിയ ഗീതയാണ് നമ്മൾക്ക് ഏറ്റവും അനുഗ്രഹദായകമായിരിക്കുന്നത്. അസുരന്മാരുടേത് നിഷ്പ്രയോജനങ്ങളാണ്.
അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. അടിസ്ഥാനമില്ലാത്ത ഗീതയുടെ പിന്നാലെ പോവരുത്. അത് ഭൗതികവാദികൾ ഭൗതിക ലോകത്തിന്റെ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ നിന്നുകൊണ്ട് എഴുതിയാണ്. അതിന്റെ ആവശ്യം നമുക്കില്ല. അതിന്റെ പിന്നാലെ നമ്മൾ പോവുകയേ ചെയ്യരുത്. കൃഷ്ണനെ പരമപുരുഷനായിരിക്കുന്ന ഭഗവാനായിട്ടാണ് അർജുനൻ കാണുന്നത്. നമ്മളും അങ്ങനെയാണ് കാണുന്നത്, അല്ലെ? കൃഷ്ണനെ പരമപുരുഷനായിരിക്കുന്ന ഭഗവാനായിട്ടാണ് കാണുന്നത്. എവിടെയെങ്കിലും മഹാദേവൻ കിടന്നിട്ട് മഹാദേവന്റെ നാഭിയിൽ നിന്ന് താമര വന്നിട്ട് അതില് ബ്രഹ്മദേവനെ സൃഷ്ടിച്ചു വെച്ചതായിട്ട് കണ്ടിട്ടുണ്ടോ? ഒരിക്കലും കണ്ടിട്ടില്ല, കാണാനും കഴിയില്ല. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ വിഷ്ണു കിടന്നിട്ട് അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്ന് താമരത്തണ്ടിൽ നിന്ന് ബ്രഹ്മദേവൻ വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ ചിന്തിച്ചൂടെ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ്. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട. അദ്ദേഹം തന്നെയാണ് പരമദിവ്യോത്തമ പുരുഷൻ, അല്ലെ? അർജുനന്റെ വഴി പിന്തുടരുന്ന ഗീതാഭാഷ്യം ഏതും മഹത്തായ ശാസ്ത്രത്തിന് യഥാർത്ഥ സേവനമാകുന്നു. അർജുനന്റെ വഴി പിന്തുടരാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അർജുനൻ ഭഗവാനെ എങ്ങനെയാ കാണുന്നത്? സുഹൃത്തായിട്ട് കാണുന്നു, സഹോദരനായിട്ട് കാണുന്നു, ഗുരുവായിട്ട് കാണുന്നു. എല്ലാ അർത്ഥത്തിലും ഭഗവാനെ അർജുനൻ സ്വീകരിച്ചിരിക്കുന്നു. നമ്മൾക്കും ഭഗവാൻ അങ്ങനെ ആയിരിക്കണം. എല്ലാ അർത്ഥത്തിലും ഭഗവാനെ നമ്മൾ അങ്ങനെ ഉൾക്കൊള്ളണം. അല്ലാതെ ഭഗവാനെ ഞാൻ ഇങ്ങനെ മാത്രമേ കാണൂ, അങ്ങനെയല്ല. ഭഗവാൻ നമ്മുടെ എല്ലാ അവസ്ഥകളിലും ഭഗവാനുണ്ട്. മക്കളില്ലാത്ത ഒരമ്മയ്ക്ക് ഉണ്ണിയായി ഭഗവാനുണ്ട്. കൂട്ടുകാരില്ലാത്ത ഒരാൾക്ക് കൂട്ടുകാരനായി ഭഗവാനുണ്ട്. സഹോദരനില്ലാത്ത അല്ലെങ്കിൽ സഹോദരനാൽ വേദനിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും നല്ല സഹോദരനായി ഭഗവാനുണ്ട്. ഇനി ഭർത്താവായിട്ട് നിൽക്കണോ? അങ്ങനെയും നിൽക്കും. എല്ലാ അർത്ഥത്തിലും ഭഗവാൻ നിൽക്കും. മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ ഒരിക്കലും ഭഗവാൻ ഇന്നത് മാത്രമാണ് എന്ന് വെച്ചാൽ സർവ്വവ്യാപിയായ അദ്ദേഹത്തിന് സർവ്വസ്ഥാനങ്ങളിലും നമ്മളെ അലങ്കരിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ഏത് സ്ഥാനങ്ങളിലും ഭഗവാൻ വന്നു നിൽക്കും. മനസ്സിലാവുന്നുണ്ട്? എല്ലാ സ്ഥാനങ്ങളിലും അദ്ദേഹം നിൽക്കും. അതിനാണ് അദ്ദേഹം രുക്മിണി ദേവിയുടെ ഭർത്താവായി മാറിയിരിക്കുന്നത്. അതിനാണ് അദ്ദേഹം യശോദാമയുടെ ഉണ്ണിക്കണ്ണനായി മാറിയിരിക്കുന്നത്. അതിനാണ് അദ്ദേഹം അർജുനന്റെ കൂട്ടുകാരനായി മാറിയിരിക്കുന്നത്. അതിനാണ് അദ്ദേഹം പരമഗുരുവായി മാറിയിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് ഭൗതികമായ രീതിയിൽ കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് ജീവിക്കാൻ വേണ്ടിയൊന്നും അല്ല അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന അദ്ദേഹം അങ്ങനെ ഒരു രീതിയിൽ വന്നിരിക്കുന്നത്. അതാണ് ചിന്തിക്കേണ്ടത്. അദ്ദേഹം പരമസത്യമാണ്, പരമദിവ്യോത്തമ പുരുഷനാണ്. ഏത് നിലകളിലും നമുക്ക് അദ്ദേഹത്തെ കിട്ടും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അച്ഛനില്ല, അമ്മയില്ല, ഭർത്താവില്ല, കുട്ടിയില്ല, സഹോദരനില്ല, കൂട്ടുകാരനില്ല എന്ന് സഹതപിക്കരുത്, എന്ന് നമ്മൾ ഒരിക്കലും വേദനിക്കരുത്. പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന അദ്ദേഹത്തെ നിങ്ങൾ ഭഗവാനായി കാണൂ, ഗുരുവായി കാണൂ, കൂട്ടുകാരനായി കാണൂ, ഭർത്താവായി കാണൂ, കാമുകനായി കാണൂ, കുഞ്ഞായി കാണൂ. എല്ലാ അർത്ഥത്തിലും ഭഗവാനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പിന്നെ നമ്മൾക്ക് ഒരിക്കലും സങ്കടം വരില്ല ഈ ലോകത്ത് ജീവിക്കാൻ. എനിക്കൊരു അച്ഛനില്ല, ഒരമ്മയില്ല, കുഞ്ഞില്ല എന്ന സങ്കടം നമുക്ക് വരൂല. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ തത്തിക്കളിക്കുമ്പോൾ ഉണ്ണികൾ എന്തിനു വേറെ, അല്ലേ? ആലോചിച്ച് നോക്കിക്കേ. ഗോപികമാരുടെ പ്രേമോ ആ ഒരു കാമുക ഭാവം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മനോഹരമായിട്ട് എന്തുണ്ട്? രുക്മിണി ദേവിയുടെ സ്വാർത്ഥതയോ, എന്റെ പതി, അതിലും അപ്പുറത്ത് എന്തുണ്ട്? ശ്രീമതി രാധാറാണിയുടെ സർവവും, അതിന്റെ അപ്പുറത്തേക്ക് എന്തുണ്ട്? അർജുനന്റെ ആ ചിരിച്ചുകൊണ്ടുള്ള വിളി, മാധവാ, ആ അധികാരത്തിന് മേലെ എന്തുണ്ട്? എല്ലാ അർത്ഥത്തിലും ഭഗവാൻ നിൽക്കും നമ്മുടെ കൂടെ. ഏത് രീതിയിൽ നമ്മൾ വിളിച്ചാലും, എപ്പോ വിളിച്ചാലും, എവിടെന്ന് വിളിച്ചാലും, എങ്ങനെ വിളിച്ചാലും കൃഷ്ണൻ എത്തും. കൃഷ്ണൻ അവിടെ ഒരിക്കലും വരാതിരിക്കില്ല. കൃഷ്ണൻ ഒരിക്കലും നമ്മളെ അങ്ങനെ ഒറ്റപ്പെടുത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ചിന്തിക്കണം, കൃഷ്ണൻ എന്ന് പറയുന്നത് സർവവ്യാപിയായിരിക്കുന്ന പരമസത്യമാണ്. ആ സത്യത്തെ ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മൾ ഒറ്റയ്ക്കാവില്ല. നമ്മുടെ മക്കളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പുറത്തേക്കൊക്കെ പോയിട്ട് നമ്മളൊന്ന് അങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അവിടെ ഒന്ന് പോകണം, ഒന്ന് ഇവിടെ ഒന്ന് പോകണം എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ നമ്മളൊന്നിങ്ങനെ വിസ കാത്ത് വെയിറ്റ് ചെയ്യും, അല്ലേ? അപ്പൊ അതേപോലെ നമ്മളും തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
ആ ഒരു പ്രീപെയ്ഡ് ടിക്കറ്റ് എടുത്ത് വന്ന യാത്രക്കാരാണ് നമ്മൾ. ആ യാത്രയുടെ ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങണം. അപ്പൊ ആ വണ്ടിയിൽ കൂടെ ഉണ്ടായവരൊക്കെ മുന്നോട്ട് അങ്ങനെ പോവും. ഇല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയാലും വന്നവരൊക്കെ, കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഓരോരോ വഴിക്ക് അങ്ങ് പോവും. നമ്മളും പോകേണ്ടിടത്തേക്ക് പോവും. അപ്പൊ അങ്ങനെയുള്ള കൃഷ്ണനെ കാണേണ്ട രീതിയിൽ, മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിത ദുഃഖം, ഈ ഭൗതിക ദുഃഖം നമ്മളെ അലട്ടില്ല. നമ്മുടെ മക്കൾ നമ്മളെ വേദനിപ്പിച്ചോട്ടെ, നമ്മളെ വേദനിപ്പിക്കാത്തൊരു മൂത്ത മകൻ നമുക്കില്ലേ, കിച്ചൂട്ടൻ എന്ന് പറയുന്ന രൂപത്തിൽ ഇല്ലേ? ആ മകൻ നമ്മളെ വേദനിപ്പിക്കുവോ? പിന്നെന്തിനാ നമ്മൾ വേദനിക്കുന്നത്? ഒരിക്കലും വേദനിക്കണ്ട. കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞ് നമ്മളെ വേദനിക്കുന്ന സമയത്ത് കണ്ണാ, ഉണ്ണി എന്ന് കൂറൂരമ്മ വിളിച്ച പോലെ ഹൃദയം കൊണ്ട് വിളിച്ച ആ കുറുമ്പ് കാട്ടി തളകിലിക്ക് വരാതിരിക്കുവോ കൃഷ്ണൻ? ആ അമ്മയുടെ നെഞ്ചിൽ നിന്ന് വരുന്ന വിളി കേൾക്കാതിരിക്കാൻ കഴിയുമോ ഭഗവാന്? ഒന്ന് സംശയത്തിന്റെ രൂപത്തിൽ എന്ത് ചെയ്യുമെന്നറിയാതെ മാധവ എന്താ ചെയ്യാം എന്നൊരു ചോദ്യം ആ സുഹൃത്തിന്റെ ആത്മാർത്ഥമായിരിക്കുന്ന നെഞ്ചിൽ നിന്ന് വന്നാൽ വഴി തുറന്നു തരാതിരിക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകാരനാണോ കൃഷ്ണൻ എന്ന് പറയുന്നത്? ഞാൻ എന്നെ സ്ത്രീയുടെ എല്ലാ ആകുലതകളും എനിക്ക് പറയാൻ ആരുമില്ല ഭഗവാനെ, എന്റെ പതിയായി എന്റെ കൂടെ വരണേ എന്ന് പറഞ്ഞാൽ 1000 കൈകളാൽ സ്ത്രീയെ സംരക്ഷിക്കുന്ന പതിയുടെ ഏറ്റവും പൂർണ്ണ രൂപമായിരിക്കുന്ന ഭർത്താവായി വരാൻ കഴിയാതിരിക്കുമോ ഭഗവാന്? വരും. എനിക്കൊരു ജ്ഞാനവും ഇല്ലല്ലോ കണ്ണാ എന്ന് ചോദിച്ചാൽ നാവിൽ സരസ്വതിയായി വിളയാടാതിരിക്കാൻ കഴിയോ ഭഗവാന്? വരും. ഒന്ന് തളർന്നാൽ ഭഗവാനെ വയ്യല്ലോ എന്ന് പറഞ്ഞാൽ താങ്ങാൻ ആ കൈകളുമായിട്ട് വരാതിരിക്കാൻ കഴിയോ ഭഗവാന്? വരും. ആ ഭഗവാനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ആ ഭഗവാനെയാണ് നമ്മൾ പരമദിവ്യോത്തമ പുരുഷനായി ഹൃദയത്തിൽ സംരക്ഷിക്കേണ്ടത്. മനസ്സിലാവുന്നില്ലേ? അസുരന്മാരാണെങ്കിൽ എന്താ ചെയ്യാ? കൃഷ്ണനെ പറ്റി എന്തെല്ലാമോ കെട്ടിച്ചമയ്ക്കുന്നു അസുരന്മാര്. വായനക്കാരെ കൃഷ്ണന്റെ ഉപദേശങ്ങളിൽ നിന്ന് വഴിതെറ്റിക്കുന്നു. അസുരന്മാരെഴുതിയിരിക്കുന്ന പല പല ഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ച കൃഷ്ണന്റെ വഴിയിൽ നിന്നേ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ടോ ടെമ്പററി ആയിരിക്കുന്ന ബന്ധങ്ങളാണ് തരുന്നത്. അവസാന ഘട്ടത്തിൽ നമുക്ക് ആരും ഇല്ലാതെ ആവുമ്പോ കൃഷ്ണൻ തന്നെ ചിന്തിക്കും, പോട്ടെ എന്നിൽ നിന്ന് വഴിമാറി നടന്നു, ഇപ്പൊ ഒറ്റപ്പെട്ടു പോയി എന്ന ദയോടുകൂടി അവിടെയും സംരക്ഷിക്കാൻ വരുന്ന കൃഷ്ണനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൃഷ്ണനെ തന്നെ തേടി നടക്കണം. നമ്മള് അസുരന്മാരുടെ വഴിക്ക് പോവരുത്. അസുരന്മാർ കൃഷ്ണനെ ഭഗവാനായിട്ട് അംഗീകരിക്കുന്നില്ല, ഒരു മനുഷ്യനായിട്ട്, കേവലം ഒരു മനുഷ്യനായിട്ട് അംഗീകരിക്കുന്നു. വഴിപിഴയ്ക്കുന്ന ഈ പോക്കിനെ കുറിച്ച് ഒരു മുന്നറിയിപ്പാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തില് വഴിപിഴച്ചു പോകുന്ന ഈ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ പോകുന്ന നമ്മുടെ ജീവിതത്തില് ഭഗവാനെ മുറുകെ പിടിക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ് നമുക്ക് ഈ കിട്ടുന്നത്. ഭഗവാനെ മുറുകെ പിടിക്കേണ്ട സമയമായി കഴിഞ്ഞു, അല്ലെ സമയം കഴിഞ്ഞു എന്നൊരു മുന്നറിയിപ്പ് നമുക്കിപ്പൊ കിട്ടിയിരിക്കുകയാണ്. ഇനിയെങ്കിലും ഷോക്കേസിൽ വെച്ചിരിക്കുന്ന കൃഷ്ണനെ പൊടി തട്ടിയെടുത്ത് എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന സാക്ഷാൽ സത്യമാണത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിവേദ്യം വെക്കാൻ തുടങ്ങിക്കോളൂ, വിളിക്കാൻ തുടങ്ങിക്കോളൂ. 7-8 മണിവരെ കിടന്നുറങ്ങി അലക്ഷ്യ മനോഭാവത്തോടു കൂടി എഴുന്നേറ്റ് പോകുന്ന ആൾക്കാര് ആലോചിച്ചോളൂ, നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യം നിങ്ങളുടെ വീടുകളിൽ തന്നെയുണ്ട്. ആ സത്യത്തിന് മുമ്പിൽ എപ്പോഴാണോ നിങ്ങൾ കൃത്യമായി തലകുനിക്കുന്നത്, ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു പോകും. ഇല്ലെങ്കിൽ ഈ മനുഷ്യ ജീവിതവും ഇങ്ങനെ അനുഭവിച്ച് ഇതിന്റെ ഡബിൾ അനുഭവിക്കാൻ അടുത്ത ജന്മം എടുക്കേണ്ടി വരും. അത് വേണ്ട. താൽക്കാലികമാണ് നശിച്ചുപോയ ശരീരം കൊണ്ടുപോയിട്ട് കത്തിച്ചു കളയുന്നത്. വീണ്ടും ആ ആത്മാവ് അവിടെ തന്നെ ജനിക്കുന്നുണ്ട്. എന്തിനാ ഈ ദുരിതം വീണ്ടും ചോദിച്ചു വാങ്ങുന്നത്? കൃത്യമായി എഴുന്നേറ്റിട്ട് കൃത്യമായി കാര്യങ്ങൾ ചെയ്യൂ. എന്താണോ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ചെയ്യൂ. ബാക്കി ഭഗവാൻ നോക്കിക്കോളും. കൃത്യമായിട്ട് ഭഗവാൻ നോക്കിക്കോളും. അർജുനനിൽ നിന്ന് തുടങ്ങുന്ന ശിഷ്യ പരമ്പരയെ പിന്തുടരാൻ ശ്രമിക്കുകയും ഉത്കൃഷ്ടമായി ഈ ഭഗവത്ഗീതയിൽ നിന്ന് പ്രയോജനം നേടുകയും ചെയ്യണം. അർജുനനിൽ നിന്നാണ് രണ്ടാമത് ഗുരുശിഷ്യ പരമ്പര തുടങ്ങുന്നത്. വെറുതെ വാഗൊണ്ട് പറഞ്ഞു പോകാനുള്ളതല്ല ഗുരുശിഷ്യ പരമ്പര. ആ ഗുരുശിഷ്യ പരമ്പരയിലൂടെ നമ്മൾ ഇനിയും പോണം.
അർജുന 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 എന്നും പറഞ്ഞ് മഹാഭാരത കഥയിലും സീരിയലിലും അർജുനനെ വാഴ്ത്തിയിട്ടും അർജുനനെ കണ്ടിട്ടും അർജുനനായി അഭിനയിക്കുന്ന ഷഹീർ ഖാന്റെ സൗന്ദര്യം ആസ്വദിച്ചിട്ടും കാര്യമില്ല. അർജുനൻ ആരാണ്? ഭഗവാന്റെ പ്രിയപ്പെട്ടവനായിരുന്നു. ആ അർജുനന്റെ കാലടികൾ പിന്തുടരാൻ ഇന്നു മുതൽ തയ്യാറാവുന്നുണ്ടോ? ഭഗവാൻ കൂടെ വരും, ഒരു സംശയവുമില്ല. അതിനായി രാവിലെ വീടുകളിൽ നേരത്തെ എഴുന്നേൽക്കുക, എഴുന്നേറ്റ ഉടനെ കുളിക്കുക, വിളക്ക് വെക്കുക, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ തുളസി സമർപ്പിക്കുക, പല 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 ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് ഗുളിക കുടിക്കണം, തല കറങ്ങും, ജോലിക്ക് പോകണം, അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് ഏകാദശി മുടക്കുന്ന വില്ലന്മാരും വില്ലത്തികളും നിശ്ചയമായിട്ടും നാളെ മുതൽ ഏകാദശി എടുത്ത് തുടങ്ങുക. വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ, 2 ഏകാദശിയെ മിസ്സായിട്ടുള്ളൂ. മൂന്നാമത്തത് നിങ്ങളുടെ വീട്ടുപടിക്കൽ സർവ്വ ഐശ്വര്യം നൽകാനായി വന്ന് നിൽക്കുന്നുണ്ട് നാളത്തെ ദിവസം. ഞാൻ ഒരു ദിവസം ചോറ് ഉപേക്ഷിക്കും, ഞാൻ നാളെ എന്ത് വന്നാലും ശരി ധാന്യങ്ങൾ കഴിക്കില്ല, ഇനി എന്റെ ജീവിതത്തിൽ നോൺ വെജ് വേണ്ട, എന്റെ ഭഗവാൻ ഇല്ലാത്തത് എനിക്കുമില്ല, എന്റെ നാവിന്റെ രുചിയേക്കാൾ വലുതാണ് എന്റെ ഭഗവാൻ എന്നിൽ ചൊരിയാൻ പോകുന്ന കാരുണ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാളത്തെ ഏകാദശി മുതൽ ഞാൻ എന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നു എന്നുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ ജീവിതത്തിൽ ഈ നിമിഷം വരെ അനുഭവിച്ചതെല്ലാം നമുക്ക് പോയി കിട്ടും. പയ്യെ 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 നമ്മളുടെ ജീവിതത്തിൽ വരിഞ്ഞു മുറുകിയിരിക്കുന്ന ആ മായ എന്ന് പറയുന്ന കെട്ടിന്റെ അയവ് വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. ശാന്തിയും സമാധാനവും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന അറിയാൻ പറ്റും. ലോകം മുഴുവൻ ഇങ്ങനെ വിരൽ ചൂടിയാലും ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ഒരാൾ വരും. ആ ചൂണ്ടുവിരലിന്റെ അറ്റത്ത് നമ്മളില്ലാത്ത പോലെ ഭഗവാൻ ആ വിരൽ അങ്ങ് ഒടിച്ചു കളയും. അതിനുവേണ്ടി ഭഗവാൻ നമ്മളുടെ കൂടെ നിൽക്കും. അതുകൊണ്ട് നാളെ രാവിലെ ഏകാദശി ദിവസം മുതൽ യു ഹാവ് ടു ചേഞ്ച് യുവർ ലൈഫ്. ഇന്ന് വരെയുള്ള ജീവിതം ഇനി നമുക്ക് വേണ്ട, നാളെ മുതൽ ഞാൻ മാറും. നാളത്തെ ഏകാദശി മുതൽ എന്റെ ജീവിതം ഞാൻ മാറ്റിമറിച്ചിരിക്കും. എന്റെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഞാൻ എന്റെ ജീവിതം സമർപ്പിച്ചിരിക്കും. അർജുനനെ പോലെ ഞാൻ എന്റെ ഭഗവാന് മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിച്ചുകൊണ്ട് അദ്ദേഹം ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. ഇതാണ് നമുക്ക് വേണ്ടത്, ഇത് മാത്രമാണ് നമുക്ക് വേണ്ടത്. ഈ ലോകം മുഴുവൻ എന്നെ തളർത്തിയാലും എന്നെ ചേർത്ത് പിടിക്കാൻ ശക്തമായിരിക്കുന്ന ആ കൈകൾ ഉണ്ടാവും. അതിനായി നാളെ പുലരുമ്പോൾ മുതൽ അർജുനന്റെ പാതയിലൂടെ ഞാൻ കൃഷ്ണനെ തേടാൻ ആരംഭിക്കുന്നു എന്ന തീരുമാനവുമായി നമുക്ക് മുന്നോട്ട് പോവാം. അർജുന ഉവാച, 4-ാമത്തെ അധ്യായം പറയുന്നു, അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതത് വിജാനീയാം ത്വമാധൗ പ്രോക്താവാനിധി. എന്താ പറയുന്നത്? അർജുന ഉവാച, അർജുനൻ പറയാണ്, ഭവതാ ഭവാന്റെ, അതായത് ഭഗവാന്റെ ജന്മം, ഭഗവാന്റെ ജന്മം അപരം പിന്നീടുള്ളതാകുന്നു, വിവസ്വ വിവസ്വാന്റെ, അതായത് സൂര്യദേവന്റെ ജന്മം വളരെ മുമ്പാകുന്നു, അങ്ങ് ആദിയിൽ വചിച്ചു, അതായത് പറഞ്ഞു. ഇതി ഏതത് എന്നുള്ളത്, കഥ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ, കഥം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഞാൻ മനസ്സിലാക്കും. അതായത് വിവസ്വാൻ എന്ന സൂര്യദേവൻ അങ്ങേക്കാൾ മുമ്പേ, വളരെ മുമ്പേ ജനിച്ചെന്നിരിക്കെ അങ്ങ് അദ്ദേഹത്തിന് ഉപദേശം നൽകിയെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അർജുനൻ ചോദിക്കുകയാണ്. ഭഗവാനെ, അങ്ങാണ് വിവസ്വാന് സൂര്യദേവന് ഉപദേശം കൊടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുക? ഭഗവാന്റെ അംഗീകൃത ഭക്തനാണ് അർജുനൻ. നമ്മൾക്കും ഭഗവാൻ നമ്മളെ അംഗീകരിക്കണം, അല്ലേ? നമ്മൾ അതിനു വേണ്ടിയാണ് എല്ലാ ശ്രമങ്ങളും നടത്തുന്നത്. ഭഗവാൻ നമ്മളെയും അംഗീകരിക്കണം. അർജുനനെ എങ്ങനെ ഭഗവാൻ അംഗീകരിച്ചോ അതുപോലെ നമ്മളെയും അംഗീകരിക്കണം. ഇവിടെ പറയുന്നു, ഭഗവാന്റെ അംഗീകൃത ഭക്തനാണ് ആര്? അർജുനൻ എന്ന് പറയുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന് ഭഗവാന്റെ വാക്കുകൾ വിശ്വസിക്കാനാവുന്നില്ലെന്നോ? എന്തായി പറയുന്നത്? ഭഗവാന്റെ വാക്കുകൾ അദ്ദേഹത്തിന് എന്നിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? വാസ്തവത്തിൽ സ്വയം ബോധ്യപ്പെടാൻ വേണ്ടി അല്ല, അത് ഭഗവാന് സ്വയം അർജുനന് സ്വയം ബോധ്യപ്പെടാൻ വേണ്ടി അല്ല ഇത് ചോദിച്ചത്. അർജുനൻ ഇങ്ങനെ ചോദിക്കുന്നത് എന്തിനാണ്? അർജുനൻ ഭഗവാനെ പൂർണ്ണമായി മനസ്സിലാക്കിയ വ്യക്തിയാണ്. മനസ്സിലായില്ലേ? കംപ്ലീറ്റ് ആയി മനസ്സിലാക്കിയ വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായി മാറിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? അർജുനൻ ചോദിക്കുന്നു,
ഭഗവാനിൽ ഒട്ടും വിശ്വാസമില്ലാത്തവർക്ക് കൃഷ്ണനെ പരമപുരുഷനായ ഭഗവാനായി സ്വീകരിക്കാത്ത അസുരന്മാർക്ക് വേണ്ടിയാണ്. ഭഗവാനിൽ വിശ്വാസമില്ലാത്തവർക്ക് വേണ്ടിയാണ് അർജുനൻ ഇത് ചോദിക്കുന്നത്. എങ്ങനെയാ ഭഗവാനെ ഞാൻ അങ്ങ് സൂര്യദേവന് ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കാന്ന് അർജുനൻ ചോദിക്കുന്നത് ഭഗവാന്റെ വാക്കുകളിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്? ഭഗവാനിൽ വിശ്വാസമില്ലാത്തവർക്ക് വേണ്ടിയാണ് അർജുനൻ ചോദിക്കുന്നത്. കൃഷ്ണനെ പരമപുരുഷനായ ഭഗവാനായി സ്വീകരിക്കാത്ത കുറെ അസുരന്മാരുണ്ട്, അവർക്ക് വേണ്ടിയാണ് അർജുനൻ ഈ ചോദ്യം ചോദിക്കുന്നത്. കൃഷ്ണനെ പറ്റി ഒന്നും അറിയാത്ത ഒരാളെ പോലെയാണ് അർജുനൻ ഇവിടെ സംസാരിക്കുന്നത്, അല്ലെ? കൃഷ്ണനെ പറ്റി ഒന്നും അറിയില്ല, അതേപോലെയാണ് അർജുനൻ സംസാരിക്കുന്നത്. 10ാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനും എല്ലാത്തിന്റെയും ഉറവിടവും അതീന്ദ്രിയതയുടെ പരമകോടിയുമാണെന്ന് ആർക്കറിയാം? അർജുനൻ അറിയാം. ഭഗവാൻ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ്, അതിലുപരി എല്ലാത്തിന്റെയും ഉറവിടമാണ് ഭഗവാൻ, അതീന്ദ്രിയതയുടെ പരമകോടിയാണ് ഭഗവാൻ. ഇത് നമ്മളെക്കാൾ നന്നായിട്ട് ആർക്കറിയാം? അർജുനൻ അറിയാം, പൂർണ്ണമായിട്ടറിയാം. കൃഷ്ണൻ ദേവകിയുടെ മകനായി ഭൂമിയിൽ അവതരിച്ചു എന്ന് പറയുന്നതും ശരിയാണ്. അങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹത്തിന് എങ്ങനെ പരമപുരുഷനായ ഭഗവാനായി മാറി? ദേവകിയുടെ മകനായി ജനിച്ച അദ്ദേഹം എങ്ങനെ പരമപുരുഷനായി മാറി? സനാതനനായി മാറി അദ്ദേഹം. ആദിമുപനായി തുടരാൻ ഒരു സാധാരണ മനുഷ്യന്, ഇതൊക്കെ ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ ഒരുപാട് പ്രയാസമുണ്ടല്ലേ? പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന അദ്ദേഹം എങ്ങനെ ദേവകിയുടെ മകനായി ജനിച്ചു? എങ്ങനെ അദ്ദേഹം സനാതനനായി ജീവിച്ചു? ഇതൊന്നും നമുക്ക് അറിയുന്നില്ല. ഒരു സാധാരണ മനുഷ്യരായ നമ്മൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ ഒരുപാട് പ്രയാസമുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ഉത്തരമായിട്ട് അതിനെക്കുറിച്ച് ആധികാരികമായി കൃഷ്ണനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം എന്ന് ആരാഗ്രഹിക്കുന്നു? അർജുനൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് അർജുനൻ ഇത് ചോദിക്കുന്നത്. ഇതെല്ലാം കൃഷ്ണൻ തന്നെ പറഞ്ഞു തരട്ടെ, കൃഷ്ണൻ തന്നെ പറയട്ടെ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മൾക്ക് ഇതൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ കൃഷ്ണൻ തന്നെ പറയട്ടെ എന്ന് ഓർത്തിട്ടാണ് അർജുനൻ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മാത്രമല്ല, ഓർമ്മ വെച്ച കാലം മുതൽക്കേ തന്നെ സർവസമ്മതമായിരിക്കുന്ന സത്യം, അതാണ് കൃഷ്ണന്റെ പരമതത്വം എന്ന് പറയുന്നത്. സ്മരണാതീത കാലം മുതൽ തന്നെ സർവവും കൃഷ്ണന്റെയാണ് പരമാധികത്വം. കൃഷ്ണനാണ് എല്ലാം അവകാശപ്പെട്ടിരിക്കുന്നത്. അസുരന്മാർ മാത്രമേ അദ്ദേഹത്തെ നിരാകരിക്കൂ. ഭഗവാനെ അറിയുന്നവരാരും അദ്ദേഹത്തെ ഒഴിവാക്കില്ല. അസുരന്മാർ അദ്ദേഹത്തെ നിരാകരിക്കും, വേണ്ടാന്ന് വയ്ക്കും. പക്ഷേ ഭഗവാനെ അറിയുന്ന ഒരാളും അദ്ദേഹത്തെ നിരാകരിക്കില്ല, ഒഴിവാക്കില്ല. കൃഷ്ണന്റെ പരമാധികാരം ഏവരും അംഗീകരിക്കുന്നത് കൊണ്ട് സാക്ഷാൽ മഹാദേവൻ പോലും കൃഷ്ണന്റെ പരമാധികാരം അംഗീകരിക്കുന്നുണ്ട്. എല്ലാ ദേവേന്ദ്രന്മാരും ദേവന്മാരും 33 ദേവജനങ്ങളും 84 കിംപുരുഷന്മാരും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് കൃഷ്ണന്റെ പരമാധികാരം. അദ്ദേഹം തന്നെയാണ് അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അദ്ദേഹത്തെ കൊണ്ട് തന്നെ പറയിക്കുക എന്നുള്ളതാണ് അർജുനന്റെ ഉദ്ദേശവും. അതിനുവേണ്ടിയാണ് അർജുനനോട് ഇത് ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? അതിനുവേണ്ടിയാണ് അർജുനൻ ഇത് കൃഷ്ണനോട് ചോദിക്കുന്നതും. തങ്ങൾക്കും അനുയായികൾക്കും മാത്രം മനസ്സിലാവുന്ന രീതിയിൽ കൃഷ്ണനെ വികലമാക്കി കാട്ടാനുള്ള അസുരന്മാരുടെ ശ്രമം, അസുരന്മാർക്കൊരു ശ്രമമുണ്ട്. അതായത് എന്താണ്? തങ്ങൾക്കും അനുയായികൾക്കും മാത്രം ഗ്രഹിക്കാവുന്ന രീതിയിൽ അസുരന്മാര് കൃഷ്ണനെ അങ്ങോട്ടേക്ക് ഒന്നും അല്ലാത്ത രീതിയിലാക്കി കാണിക്കും. കൃഷ്ണനോ അവൻ 16,000 കല്യാണമൊക്കെ കഴിച്ച് ഇഷ്ടം പോലെ പെണ്ണുങ്ങളുടെ കൂടെ ഉടലക്കുഴൽ ഊതി വിളിച്ചുകൊണ്ട് നടന്നവൻ, ഒരു മനുഷ്യനായി ജനിച്ചവൻ, ഒരു വേടന്റെ അമ്പേറ്റ് മരിച്ചവൻ. ഈ രീതിയിൽ അങ്ങനെ പറഞ്ഞ് എന്താ ചെയ്യാ? കൃഷ്ണനെ അങ്ങ് അസുരന്മാർ താഴ്ത്തിക്കെട്ടും. ഭഗവാനുമായി വിശ്വാസമില്ലാത്തവർ താഴ്ത്തിക്കെട്ടും. കൃഷ്ണന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കുറേ ദുരിതങ്ങളാണ്, പ്രശ്നങ്ങളാണ്. കൃഷ്ണന് വീട്ടിൽ ഓടക്കുഴൽ വെച്ച് കഴിഞ്ഞാൽ ഓടക്കുഴൽ ഊതി എല്ലാം നശിപ്പിച്ചു കളയും. ഇങ്ങനെ കുറെ വ്യർത്ഥമായിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഭഗവാനെ കുറിച്ച് അസുരന്മാര് പറഞ്ഞ് പ്രചരിപ്പിക്കും, അല്ലെ? കൃഷ്ണനെ വെച്ചു കഴിഞ്ഞാൽ ദാമ്പത്യ ബന്ധം ഉണ്ടാവില്ല, അത് അങ്ങനെയായിപ്പോവും, ഇങ്ങനെയായിപ്പോവും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൃഷ്ണനെ കുറിച്ച് മോശമായിട്ട് അസുരന്മാർ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ശ്രമങ്ങളൊന്നും നടക്കാൻ പാടില്ല. ഇതൊക്കെ തെറ്റാണ്. ഏതൊരാളും നന്മയ്ക്ക് വേണ്ടി തന്നെ കൃഷ്ണന്റെ ശാസ്ത്രം അറിഞ്ഞിരിക്കണം. നമ്മളുടെയൊക്കെ നന്മ അത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഭഗവാനെ അറിഞ്ഞിരിക്കണം. ഇന്ന് വരെ ജീവിച്ച കഷ്ടപ്പാടുകളും ഇന്ന് വരെ ഉത്തരം പറഞ്ഞ പല പ്രശ്നങ്ങൾക്കും ഇന്നു മുതൽ ഒരു അറുതി ഭഗവാൻ വരുത്തി തരും. നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും വരുത്തി തരും. അതിന് യാതൊരു സംശയവും ഇല്ല. കിട്ടില്ല എന്ന് കരുതിയതെല്ലാം ഭഗവാൻ നിങ്ങൾക്ക് നേടിത്തരും. കൈവിട്ട് പോയി എന്ന് കരുതുന്ന ഭഗവാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. കൃഷ്ണൻ അറിഞ്ഞാൽ മാത്രം മതി.
അദ്ദേഹത്തിന്റെ മുമ്പിൽ സമസ്താപരാധം പറഞ്ഞ് ഇന്ന് തന്നെ പൊട്ടിക്കരഞ്ഞ് ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം പറ, മുട്ടുകുത്ത്. ഭഗവാൻ സർവ്വതും ക്ഷമിച്ച് ഭഗവാനിലൂടെ ജീവിക്കുമെന്ന് ഭഗവാന് നമ്മൾ ഒരു ഉറപ്പ് കൊടുക്കണം. ആ കൊടുക്കുന്ന ഉറപ്പ് കുറുപ്പിന്റെ ഉറപ്പാവരുത്, ഭഗവാന് കൊടുക്കുന്ന ഉറപ്പാണ്. അത് ഉറപ്പായിരിക്കണം. ഇനി ഞാൻ നോൺ വെജ് തൊടില്ല ഭഗവാനെ, എനിക്കിനി വേണ്ട. ഇനി മുതൽ എനിക്ക് ചായയും കാപ്പിയും വേണ്ട, എനിക്ക് ഉള്ളിയും വെളുത്തുള്ളിയും സവാളയും വേണ്ട. ആ രുചി കുറഞ്ഞതാണെങ്കിൽ ആ രുചി കുറഞ്ഞത് എനിക്ക് മതി. ഗുരുവായൂരമ്പലത്തിലെ പ്രസാദം ഭയങ്കര രുചിയുണ്ട്, എന്നാൽ അതിൽ ഉള്ളിയില്ല വെളുത്തുള്ളിയില്ല. പിന്നെ എങ്ങനെ അത് ഇത്രയും രുചിയായി? എനിക്കതില്ലാതെ ഉണ്ടാക്കാൻ അറിയില്ല എങ്കിൽ ഞാൻ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തിയിട്ട് ഞാൻ ഉണ്ടാക്കും. ശവം വാങ്ങി തിന്ന് എനിക്ക് അങ്ങയുടെ മുമ്പിൽ വന്ന് നിൽക്കേണ്ട ഗതികേടില്ല ഭഗവാനെ, എനിക്കത് വേണ്ട ഭഗവാനെ. ഞാൻ ഇതുവരെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചിട്ടില്ല, ഇനി ഞാൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കും. ഇത്ര നാളും ഞാൻ തലകുനിച്ച് ജീവിച്ചു, ഇത്ര നാളും ഞാൻ കണ്ണീരൊഴുക്കി, ഇത്ര നാളും എന്റെ ജീവിത ലക്ഷ്യം എന്തെന്നറിയാതെ ഈ അടുക്കളയിൽ ഞാൻ ഇത്ര നാളും കഴിച്ചു കൂട്ടി. ഞാൻ ആർക്കൊക്കെ വേണ്ടി ജീവിച്ചോ അവരെല്ലാവരും എന്നെ ഇന്ന് വേദനിപ്പിച്ചു. ആരൊക്കെ എന്നെ എന്തെല്ലാം പറഞ്ഞോ, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോയിട്ടും എന്നെ ആരൊക്കെ അപമാനിച്ചോ, അതെല്ലാം എനിക്കിന്ന് പൊടി തട്ടി കളയണം ഭഗവാനെ. എനിക്ക് എഴുന്നേൽക്കണം ഭഗവാനെ, എനിക്ക് മുന്നോട്ട് പോണം. എന്റെ ജീവിതം ഈ അടുക്കളയിൽ തീരേണ്ടതല്ല, എന്റെ ജീവിതം ഭഗവാനെ അന്വേഷിക്കേണ്ടതാണ്. ആരെന്ത് പറഞ്ഞാലും ഞാൻ ഇത്രയും നാളും പോരടിച്ച്, ഇനി നിശബ്ദതയാണ് എന്റെ ആയുധം. അതിന് ഭഗവാനാണ് ഉത്തരം കൊടുക്കേണ്ടത്. ഇനി എനിക്ക് വേണ്ടി സംസാരിക്കാൻ എന്റെ ഭഗവാനുണ്ട്, എനിക്ക് വേണ്ടി ചോദിക്കാൻ എന്റെ ഭഗവാനുണ്ട്. എവിടെ നിന്റെ ഭഗവാൻ എന്ന് പ്രഹ്ലാദ് മഹാരാജാവിനോട് ചോദിച്ചപ്പോ ഞാനിവിടെ ഉണ്ട് ഹിരണ്യകശിപു എന്ന് കാണിച്ചതുപോലെ എനിക്ക് വേണ്ടി ഒരു നാൾ എന്റെ ഭഗവാൻ വരും. ആ ദിവസത്തിനായുള്ള കാത്തിരിപ്പ് നാളെ മുതൽ തുടങ്ങുന്നു, ഏകാദശി ദിവസം മുതൽ തുടങ്ങുന്നു. ഇനി ഒരു ഏകാദശി ഞാൻ മുടക്കില്ല. നാളെ മുതലുള്ള ഒരു ഏകാദശി 2024 ഡിസംബർ 31 വരെയുള്ള എല്ലാ ഏകാദശിയും ഞാൻ എടുത്തിരിക്കും. അതിൽ ഒരു സംശയവും ഇല്ല. ഇത് എന്റെ ഭഗവാനോടുള്ള എന്റെ വിശ്വാസമാണ്, സ്നേഹമാണ്, എന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന എന്റെ ശാസ്ത്രമാണ്, എന്റെ ജീവിതമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഭഗവാന്റെ ശാസ്ത്രം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇനി മുന്നോട്ട് പോകണം. അതിനാൽ കൃഷ്ണൻ തന്നെ പറ്റി വിവരിക്കുന്നത് സർവ്വലോകങ്ങൾക്കും മംഗളകരമായിരിക്കും. ഭഗവാനെ പറ്റി തന്നെ വിവരിക്കുന്നത് സർവ്വലോകങ്ങൾക്കും മംഗളകരമായിരിക്കുന്ന കാര്യമാണ്. അല്ലാതെ ഒരു കാര്യം ഭഗവാൻ വിവരിക്കില്ല, ഒരിക്കലും വിവരിക്കില്ല. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് എന്താണോ പുറത്തു വരുന്നത് അത് സത്യമാണ്, സ്പഷ്ടമാണ്. അതിനു മുകളിലായി മറ്റൊരു വാക്ക് നമുക്ക് തരാൻ ആരുമില്ല. ഭഗവാനെ തങ്ങളുടെ നിലപാടിലൂടെ മാത്രം വീക്ഷിക്കുന്ന അസുരന്മാർക്ക് കൃഷ്ണന്റെ സ്വയം വിവരണം ഒട്ടും വിചിത്രമായി തോന്നിയേക്കാം. എടുക്കാൻ പറ്റും. കൃഷ്ണൻ എന്താണെന്നറിയാതെ, കൃഷ്ണന്റെ മഹത്വം അറിയാതെ, കൃഷ്ണൻ ആരാണെന്നറിയാതെ അസുരന്മാർ ഒരുപാട് അങ്ങ് പറഞ്ഞു കൂട്ടും. അവരവരുടെ ഉന്നമനത്തിനായിട്ടാണ്. അവസാനം ഇല പൊഴിഞ്ഞ പോലെ അവരങ്ങ് പൊഴിഞ്ഞു തീരും. അന്നും ഭഗവാൻ അങ്ങ് നിൽക്കും. വിരാട് രൂപത്തിൽ ഭഗവാൻ ഈ ലോകത്തെ കാത്തുകൊണ്ട് നിൽക്കും. ആ ഭഗവാനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ആ ഭഗവാനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അദ്ദേഹത്തെ പ്രാർത്ഥിക്കാനും പൂജിക്കാനും വിശ്വസിക്കാനും കിട്ടുന്ന ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കരുത്. ഭക്തന്മാരാണെങ്കിൽ എന്താ ചെയ്യുക? കൃഷ്ണൻ തന്നെ പറ്റി പറയുമ്പോൾ ആ പ്രസ്താവനകളെ ഹാർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഭഗവാനെ പറ്റി പറയുന്ന സമയത്ത് എന്താണോ പറയുന്നത് അത് ഭക്തരങ്ങ് ഹൃദയത്തിലേക്ക് എടുക്കും. ഭഗവാൻ പറയുന്നു, നാളെ മുതൽ നിങ്ങൾ ഏകാദശി എടുത്തു തുടങ്ങുവിൻ. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ അമ്മയോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഏകാദശി ദിവസം അമ്മയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അമ്മ ധാന്യങ്ങൾ കഴിക്കരുത്, അരി കഴിക്കരുത്, അമ്മേ ഒരു ഏകാദശിക്കും അമ്മ കഴിക്കരുത് എന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. ആരാണ് ചൈതന്യ മഹാപ്രഭു? സാക്ഷാൽ ഭഗവാൻ. ആ ഭഗവാൻ അമ്മയോട് പറഞ്ഞ ആ വാക്ക് വീണ്ടും ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. നാളെ മുതൽ ഒരു ഏകാദശിക്കും അരിയാഹാരം കഴിക്കരുത്. ഒരു വർഷം മുഴുവൻ കഴിക്കാൻ അനുമതി തന്നിട്ടും ഭഗവാൻ മാസത്തിൽ 2 വട്ടം ഉപേക്ഷിക്കാൻ പറയുന്നു. എല്ലാ ദേവീദേവന്മാരും തുളസീദേവിയും എല്ലാവരും വ്രതത്തിലിരിക്കുന്ന ഈ സമയത്ത് മനുഷ്യകുലത്തിൽ പിറന്ന നമുക്ക് മാത്രം എന്തിനാണ് ഈ ഒരു ധാന്യം? ആ ഒരു ദിവസം നമുക്കത് ഉപേക്ഷിച്ചൂടെ? എന്തെല്ലാം കഴിക്കാൻ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നു. നാളത്തെ ദിവസം കപ്പ കഴിക്കാം, മധുരക്കിഴങ്ങ് കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം, ചാമ കഴിക്കാം, പാല് കഴിക്കാം, ഇളനീര് കഴിക്കാം.
എന്തെല്ലാം കഴിക്കാം. പിന്നെ എന്തിനാണ് നാളത്തെ ഒരു ദിവസം ഈ അരിയുടെയും ചോറിന്റെയും പിന്നാലെ പോകുന്നത്? ഒരു 10 ഏകാദശി ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സുഖം അതിനും അപ്പുറത്തേക്ക് മറ്റൊരു സുഖമില്ല എന്ന് തന്നെ പറയണം. ഭക്തന്മാർ കൃഷ്ണനെ കുറിച്ച് അധികം അറിവ് നേടാൻ ഉത്സുകരായാൽ അദ്ദേഹം ആധികാരികമായി ചെയ്യുന്ന പ്രസ്താവനകളെ ആരാധിക്കും. നമുക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കും. അതിന്റെ സുഖം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സുഖമാണ്. നല്ല ക്ഷീണം ഉണ്ടാവുമ്പം AC റൂമിൽ സുഖമായി കിടന്നുറങ്ങുന്നൊരു സുഖമാണ്. പ്രഗ്നന്റ് ആണെങ്കിൽ എടുക്കുന്നതിന് എന്താ കുഴപ്പം? ആ കുട്ടിയെങ്കിലും രക്ഷപ്പെടും. ഇനി വരാൻ പോകുന്ന തലമുറകൾ രക്ഷപ്പെടണേ നമ്മുടെ സമൂഹത്തിൽ. ആ ഒരു ജന്മം രക്ഷപ്പെടണം, ഭഗവാനെ അറിയണം. നമ്മളോ രക്ഷപ്പെട്ടില്ല. ആ പ്രഗ്നന്റ് ആയ അമ്മ ഏകാദശി എടുക്കുമ്പോൾ ആ കുഞ്ഞ് ഭൂമിയിൽ വരുന്നതിനേക്കാൾ മുമ്പേ രക്ഷപ്പെടാൻ പോവാണ്. പരമ ദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന ഭഗവാന്റെ പരമഭക്തനായിട്ട് ആ കുട്ടി ഭൂമിയിൽ ജനിക്കും അല്ലെ? ഭഗവാൻ ഉള്ളം കയ്യിൽ ആ കുട്ടിയെ അങ്ങ് താങ്ങിയെടുക്കും. ആ കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഏകാദശി അനുഷ്ഠിച്ച ഒരു ഭ്രൂണമായി മാറുകയാണ്. ഗർഭിണികൾ ഏകാദശി എടുക്കുമ്പോൾ അതല്ല, അമ്മ നാളെ ചോറ് കഴിച്ചാൽ ആ ചോറും ആ കുട്ടിയുടെ ശരീരത്തിലേക്കാണ് പോകുന്നത്. നാളെ ആ കുട്ടിയും വ്രതത്തിലാണ്. ഭൂമിയിൽ വരുന്നതിന് മുമ്പേ ഏകാദശി വ്രതം നോറ്റ മകൻ. ഇതിലും വലുത് എന്താ വേണ്ടത്? അപ്പൊ ഗർഭിണികൾ ഏകാദശി എടുത്ത എത്ര നന്നായിരിക്കും അല്ലെ? ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ ഏകാദശി എടുത്ത മകനായ ആ കുട്ടി ഭൂമിയിൽ വരാൻ പോവുകയാണ്. അപ്പൊ ആ അമ്മ ഏകാദശി എടുക്കുന്ന എത്ര നല്ലതാ. ഒന്നും വേണ്ട, നിങ്ങൾ അരിയാഹാരവും ധാന്യങ്ങളും അങ്ങ് ഉപേക്ഷിക്കുക. ചോറ് വെക്കേണ്ട, ചോറ് കഴിക്കേണ്ട. നാളെ ചെറുപയറ്, മുതിര, കടല, പയറ്, അതുപോലെ കടുക്, ഉഴുന്നിട്ട പപ്പടം, ഇങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങ് ഉപേക്ഷിക്കുക. ഇത്രയേ ഉള്ളൂ ഏകാദശി. കപ്പ കഴിക്കൂ. ഉപേക്ഷിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ കപ്പ കഴിക്കൂ. ചാമ അരി പോയിട്ട് വാങ്ങിച്ചു കഴിക്കൂ. കപ്പ കഴിക്കൂ, മധുരക്കിഴങ്ങ് കഴിക്കൂ, സാവൂനരി കൊണ്ടുള്ളത് കഴിക്കൂ. ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുത്ത് കഴിക്കുക. ഫ്രൂട്ട്സ് കഴിക്കുക, ഇളനീര് കഴിക്കുക, പാല് കുടിക്കുക, ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ട് ഭഗവാന് വെച്ചിട്ട് കഴിക്കൂ. ഇങ്ങനെ എന്തെല്ലാം കഴിക്കാനുണ്ട്. അരിയും ധാന്യങ്ങളും മാത്രമേ ഈ ലോകത്ത് കഴിക്കാനുള്ളൂ, മറ്റൊന്നുമില്ലേ? നാളെ ഒരു ദിവസത്തേക്ക് അതൊക്കെ അങ്ങ് ഒഴിവാക്ക്. ഹരേ കൃഷ്ണ നാമത്തിലൂടെ അങ്ങ് പോ. അതിനേക്കാൾ വലുതായിട്ട് ഒന്നും കിട്ടാനില്ല ജീവിതത്തില്. അത് മാത്രമേ കിട്ടാനുള്ളൂ. ഒരിക്കലിന്റെ ആവശ്യം എന്താണ്? ഒരിക്കലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നാളെയാണ് ഏകാദശി. കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യനായി മാത്രം കരുതുന്ന വ്യക്തികളാണ് നിരീശ്വരവാദികൾ. ഇവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. വെറും ഒരു സാധാരണ മനുഷ്യനായിട്ട് കൃഷ്ണനെ കാണും. അവരാണ് നിരീശ്വരവാദികൾ. അവരും അദ്ദേഹത്തിന്റെ അമാനുഷത്വം അംഗീകരിക്കും. സച്ചിദാനന്ദ വിഗ്രഹ ആനന്ദരൂപം, ഭഗവാന്റെ എന്താ പറയാ അമാനുഷികമായ ശക്തികളെ അവർ അംഗീകരിക്കും. പക്ഷെ ഭഗവാന് വില കൊടുക്കില്ല. വിജ്ഞാനങ്ങളുടെ ശാശ്വതമൂർത്തിയും അതീന്ദ്രിയനും ത്രിഗുണങ്ങളുടെയും കാലദേശങ്ങളുടെയും സ്വാധീന ശക്തിക്ക് അധീനനുമാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കിയെന്ന് വരാം. എല്ലാത്തിനും മേലെയാണ് ഭഗവാൻ എന്നുള്ള കാര്യം മനസ്സിലാക്കും. പക്ഷെ ഭഗവാൻ എന്താണെന്ന് മനസ്സിലാക്കൂല, ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കൂല. അദ്ദേഹത്തെ അംഗീകരിക്കുകയില്ല. അദ്ദേഹത്തെ അംഗീകരിക്കാൻ പഠിക്കണം. അവിടെയാണ് നമ്മൾ ഭഗവാനുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. ഭഗവാന് വേണ്ടി ഏകാദശി ദിവസം നിങ്ങൾക്ക് എന്തും സമർപ്പിക്കാം. ചോറും സമർപ്പിക്കാം, കഞ്ഞിയും സമർപ്പിക്കാം, ധാന്യവും സമർപ്പിക്കാം, എന്തും. ഭഗവാനല്ല ഏകാദശി എടുക്കുന്നത്, നമ്മളാണ് ഏകാദശി എടുക്കുന്നത്. മനസ്സിലായില്ലേ? ഭഗവാന് നിങ്ങൾക്ക് ഏകാദശി ദിവസം എന്തും കൊടുക്കാം. ചോറ് കൊടുത്തോളൂ നാളെ ഭഗവാന്. ഭഗവാനല്ല ഏകാദശി എടുക്കുന്നത്, ഏകാദശി എടുക്കുന്നത് നമ്മളാണ്. മനസ്സിലായില്ലേ? ഭഗവാന് വേണ്ടി നിങ്ങൾ കൊടുത്തോളൂ, നമ്മൾ കഴിക്കണ്ട. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ മഞ്ജരീസിന്റെ ഗ്രൂപ്പില് എന്താ പറയാ ഏകാദശി പാരണ സമയം ഇടാറുണ്ട്. ഗ്രൂപ്പിൽ ആഡ് ആവാത്തവർ പറഞ്ഞാൽ നിങ്ങളെ ഞാൻ ആഡ് ചെയ്ത് തരാം. യൂട്യൂബിലൂടെ കാണുന്നവരാണെങ്കിൽ മദജി യൂട്യൂബ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി, നിങ്ങളുടെ പേരും. ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ മദജി FB എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി, ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി, നിങ്ങളുടെ വാട്സപ്പ് നമ്പറും പേരും. അപ്പോൾ നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഗുണം? ഗ്രൂപ്പ് അഡ്മിൻ ഓൺലിയാണ്. വെറുതെ അനാവശ്യ മെസ്സേജുകളൊന്നും അതിൽ വരില്ല. ആരും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒന്നും അയക്കില്ല. നിങ്ങളുടെ ഗാലറിയും ഫില്ലാവില്ല. നിങ്ങൾക്ക് വരുന്നത് ക്ലാസിന്റെ ലിങ്കുകൾ വരും. ഏകാദശി പാരണ സമയം വരും കൃത്യമായിട്ട്. ദിവസവും ഭഗവാന്റെ കീർത്തനങ്ങൾ വരും. അപ്പോ ചാമ ഒരു ഫുഡാണ്, പക്ഷെ ചാമ കഴിക്കാം. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഏകാദശിയുടെ പാരണ സമയം നമുക്ക് കിട്ടും.
ഏകാദശി എത്ര മണി മുതൽ എത്ര മണി വരെയാണെന്നുള്ളത് കിട്ടും. അങ്ങനെ എല്ലാം നമുക്ക് കിട്ടും, കൃത്യമായിട്ട് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അർജുനനെ പോലുള്ള ഒരു ഭക്തന് കൃഷ്ണന്റെ അതീന്ദ്രിയ ഭാവത്തെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാവാൻ വയ്യുന്നതിൽ സംശയമില്ല. അർജുനനെ പോലെയുള്ള ഒരു ഭക്തന് കൃഷ്ണന്റെ അതീന്ദ്രിയ ഭാവത്തെ കുറിച്ച് അർജുനൻ ഒരിക്കലും സംശയമില്ല. പക്ഷെ അർജുനനെ പോലെ ഒരു ഭക്തന് സംശയം വരും. കാരണം എന്താണ്? നമുക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്, അല്ലെ? അതറിയുമ്പോഴാണ് നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാവുക. ഗ്രൂപ്പിൽ ഇടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നാളെയാണ് ഗ്രൂപ്പിൽ ഇടുന്നത്, നാളെ ഏകാദശിയാണ് എന്നുള്ള ഒരു പോസ്റ്റർ ഗ്രൂപ്പിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു മാതാജി. ഇനി നിങ്ങൾ നാളെ ഏകാദശി എടുക്കൂ. നിങ്ങൾ പാരണ വിടുന്ന സമയമാകുമ്പോഴേക്കും ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വരും, നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പാരണ സമയം വരും. കഴിഞ്ഞ മാസം വരെ വന്നതല്ലേ, വരും. ഈ ലൈവിൽ നിങ്ങൾ FB-ന്നോ യൂട്യൂബെന്നോ ഇട്ടിട്ട് കാര്യമില്ല. മഞ്ജരീസിന്റെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് ഇടൂ നിങ്ങൾ. അപ്പൊ എനിക്ക് എന്തായി, നേരെ നിങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എന്തായി, നിങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും ദുബായ്, ഖത്തർ, ദോഹ, ബഹ്റൈൻ, പിന്നെ സൗദി, USA അവിടെയൊക്കെയുള്ള ഇത് കിട്ടും. മഞ്ജരീസിന്റെ നമ്പറിലേക്കാണ് വാട്സപ്പ് മെസ്സേജ് ഇടേണ്ടത്. നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഏതാണെന്ന് ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുക? പിന്നെ എങ്ങനെയാ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക? അപ്പൊ നിങ്ങൾ മഞ്ജരീസിന്റെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചിടും. നിങ്ങളുടെ പേര്, നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണോ യൂട്യൂബിലൂടെയാണോ കാണുന്നത്, നിങ്ങളുടെ വാട്സപ്പ് നമ്പർ അതിലേക്ക് അയച്ചിട്ട് കഴിഞ്ഞാൽ, മഞ്ജരീസ് നമ്പർ ഇപ്പൊ വിഷ്ണു മാരാർ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നേരെ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അഡ്മിൻസ് നിങ്ങളെ ആഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അതിൽ കൃത്യമായിട്ട് മെസ്സേജുകൾ വരും. ഓക്കെ. കൃഷ്ണനെ ത്രിഗുണങ്ങൾക്ക് അധീനനായിരിക്കുന്ന വെറുമൊരു മനുഷ്യനായി കരുതുന്ന നിരീശ്വരന്മാരുടെ നിലപാടിനെ എതിർക്കാനുള്ള ഒരു ഉപായമാണ് ഭഗവത് ഭക്തനായ അർജുനന്റെ ചോദ്യം. കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യനായി കാണുന്ന കുറെ നിർഗുണ ഭക്തന്മാരുണ്ട്, ഒരു ഗുണവും ഇല്ലാത്ത കുറെ ഭക്തന്മാര്, ആസുരിക ചിന്താഗതികളുള്ള നിരീശ്വരവാദികളുണ്ട്. അവർക്കുള്ള ഉത്തരമായിട്ടാണ് അർജുനൻ ഭഗവാനെ കുറിച്ച് ചോദിക്കുന്നത്. ഭഗവാനെ അങ്ങ് ഇങ്ങനെയൊക്കെയാണെന്ന് എങ്ങനെ ഞാൻ അറിയും, എങ്ങനെ ഏത് രീതിയിൽ അറിയുമെന്ന് ഭഗവാനെ കൊണ്ട് തന്നെ അർജുനൻ പറയിപ്പിക്കുകയാണ്. അവിടെയാണ് ഗീത ആരംഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മള് അങ്ങനെയാണ് ഗീത പഠിക്കേണ്ടത്. ക്ലിയർ? 12:30 ഇനിയിപ്പം നമുക്ക് ബാക്കി നാളെ എടുക്കാം. ഇത് നമ്മൾ 4 അധ്യായം കംപ്ലീറ്റ് ചെയ്തു. ഇനി 5ാമത്തെ അധ്യായമാണ്, അത് നാളത്തെ ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. GSB അമ്പലോ? അതേതമ്പല? നമുക്ക് ഏകാദശി ദിവസം ഭഗവാൻ എന്തും സമർപ്പിക്കാം, അതൊന്നും കുഴപ്പമില്ല. ഞാൻ ഇസ്കോണിൽ ചോദിച്ച് ക്ലിയർ ചെയ്തതാണ്. മനസ്സിലായോ? അപ്പം നേരെ മഞ്ജരീസിലേക്ക് ആഡ് ആവാനുള്ള ഒരു ഇപ്പോഴേ മെസ്സേജ് ഇടുക. ദയവായി ഇപ്പം ഇനി 1 മണിക്കൂർ സമയത്തേക്ക് വിളിക്കണ്ട. കാരണം എനിക്കൊന്ന് കുക്ക് ചെയ്യണം, ഭഗവാന് നിവേദ്യം കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. അന്നദാനം ചെയ്യുന്നിടത്തൊന്ന് പോയി നോക്കണം, അവിടെ എന്തായി എന്നൊന്ന് അന്വേഷിക്കണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന കോൾസ് ആണ് എനിക്ക് മെസ്സേജ് നോക്കാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ എന്തുണ്ടെങ്കിലും വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ട് വെക്കൂ. ഓക്കെ. മാക്സിമം എല്ലാവരും ലൈവ് ഷെയർ ചെയ്യൂ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഗുരുവായൂർ മഞ്ജരീസിന്റെ ക്ലാസ് മാക്സിമം ഷെയർ ചെയ്യാം. ഓക്കെ. കൊങ്ങിണി സമുദായം, ഓക്കെ, അത് നമ്മൾക്ക് അറിഞ്ഞൂടാ. ഹരേ കൃഷ്ണ.